وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിദ്യാർത്ഥികളെ, കിതാബ് തൗഹീദിൽ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഇനിയുള്ള 2 അധ്യായങ്ങൾ ഒരു മനുഷ്യന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ വരുന്ന ഷിർക്കിനെ കുറിച്ചുള്ളതാണ് എന്നുള്ളത്. അതിലാദ്യത്തേത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് വളരെ ഗൗരവമുള്ള വിഷയമായ ബാബു മാ ജാഅ ഫി റിയ, ലോകമാന്യത്തിന്റെ വിഷയത്തിൽ വന്ന അധ്യായം എന്ന അധ്യായമാണ്. അതിൽ ലോകമാന്യത്തിന്റെ അപകടത്തെക്കുറിച്ചും അത് അമലുകളിൽ ഉണ്ടാക്കുന്ന സ്വാധീനത്തെക്കുറിച്ചും, എങ്ങനെയാണ് അമലുകൾ അത് ബാത്തിലാക്കി കളയുന്നത്, അത് മസീഹു ദജ്ജാലിനേക്കാൾ അപകടമുള്ളതാണ് എന്നെന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കുകയുണ്ടായി. ഇന്ന് മനസ്സിലാക്കാനുള്ള അധ്യായവും നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ വരുന്ന മറ്റൊരു ഷിർക്കിനെ കുറിച്ചിട്ടുള്ളതാണ്. അതിന് അദ്ദേഹം നൽകിയിട്ടുള്ള പേര് ബാബുൻ മിനശ്ശിർക്കി ഇറാദത്തുൽ ഇൻസാനി ബിഅമലിഹി അദ്ദുന്യ. അദ്ദേഹം പറയുന്നു, ഷിർക്കിൽപ്പെട്ടതാകുന്നു മനുഷ്യൻ തന്റെ പ്രവർത്തനം കൊണ്ട് ദുന്യാവിനെ ഉദ്ദേശിക്കുക എന്നുള്ളത്. അല്ലാഹുവിന് വേണ്ടി ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, അതിന്റെ ഉദ്ദേശം തന്റെ ദുനിയാവ്, ദേഹേച്ഛകൾ നേടിയെടുക്കുക എന്നത് ഷിർക്കിൽപ്പെട്ടതാകുന്നു എന്നാണ് അദ്ദേഹം ഇതിന്റെ തലക്കെട്ടായി കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ കഴിഞ്ഞ അധ്യായവും ഈ അധ്യായവും തമ്മിൽ വ്യത്യാസമുണ്ട്. 3 രൂപത്തിലുള്ള വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. അതിലൊന്നാമത്തേത്, കഴിഞ്ഞ അധ്യായത്തിൽ റിയാ, അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആളുകളുടെ പുകഴ്ത്തലുകളാണ്. ആളുകളെ കേൾപ്പിക്കാനും ആളുകളെ കാണിക്കാനും ഒക്കെ ഉള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ട് അതിന്റെ ഉദ്ദേശം എന്താണ്? ആ പ്രവർത്തനം മുഖേന ആളുകൾ അവനെ പുകഴ്ത്തണം. അവൻ നല്ല ധർമ്മിഷ്ഠനാണ്, അവൻ നല്ല ഇബാദത്ത് ചെയ്യുന്നവനാണ്, അവൻ നല്ല യോദ്ധാവാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലുള്ള ഇബാദത്തുകളിൽ അവൻ മികച്ചവനാണ് എന്ന് ആളുകൾ പറയണം, അവൻ പുകഴ്ത്തപ്പെടണം. ഇതാണ് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞ ആ വിഷയത്തിലുള്ള അതിന്റെ ലക്ഷ്യം അതായിരുന്നു. എന്നാൽ ഇവിടെ മസ്ലഹത്തുൻ ദുന്യവിയാണ്, ആളുകളുടെ പുകഴ്ത്തലുകൾക്കല്ല. മറിച്ച് ഇവിടെ ഇവന് വേണ്ടത് സ്ഥാനമാനങ്ങളായിരിക്കാം, സമ്പത്ത്, അതുപോലെ ആളുകൾ അങ്ങനെ സമൂഹത്തിൽ നൽകുന്ന എന്തെങ്കിലുമൊക്കെ വലിയ പദവികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് അവനിവിടെ അമലുകൾ ചെയ്യുന്നത്. അഥവാ ഈ പ്രവർത്തനങ്ങൾ മുഖേന ദുന്യവിയായ ലക്ഷ്യങ്ങളാണ് ഇവിടെ ഉദ്ദേശം വെക്കുന്നത്. ആദ്യത്തേത് ജനങ്ങളുടെ പുകഴ്ത്തലുകളാണെങ്കിൽ ഇവിടെ ഈ അധ്യായത്തിൽ ദുന്യവിയായ നേട്ടങ്ങൾ, സാമ്പത്തിക നേട്ടങ്ങൾ ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ആദ്യത്തെ വിഷയം റിയായിൽ, ആ റിയാഇന്റെ പ്രേരക ഘടകം എന്ന് പറയുന്നത് അത് തഅലീമുൽ മഖ്ലൂഖാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അവന് റിയാ ഉണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട പ്രേരകം എന്താണ്? അവൻ ചില ആളുകൾക്ക് നൽകുന്ന വിലയാണ്. അപ്പോൾ അവൻ വില കാണുന്ന ആളുകൾ, അവരുടെ മുന്നിൽ അവൻ അമലുകൾ നന്നാക്കി കാണിക്കുക എന്നുള്ളതാണ്. അല്ല, എല്ലാവരുടെ മുന്നിലും ലോകമാന്യമുള്ള ആളുകൾ എല്ലാവരുടെ മുന്നിലും അങ്ങനെ പ്രവർത്തനങ്ങൾ കാണിക്കണം എന്നില്ല. അവൻ ആരെയൊക്കെയാണോ വില നൽകുന്നത്, ആ നൽകുന്ന ആളുകൾ അവനെ പുകഴ്ത്തണം. അങ്ങനെയാണ്. ഒരു സാധാരണ ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു വ്യക്തി അയാളുടെ ഒരു കീഴിൽ ജോലി ചെയ്യുന്ന ഒരു സാധാരണക്കാരനായ ഒരു പണിക്കാരൻ വരുമ്പോൾ അയാൾക്ക് വലിയ ധർമ്മിഷ്ഠനാണ് എന്ന് കാണിക്കേണ്ട ആവശ്യമൊന്നും ചിലപ്പോൾ ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ സമൂഹത്തിൽ അതേപോലുള്ള സ്ഥാനമാനങ്ങളിലുള്ള വേറെ ആരെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് അയാളുടെ മുന്നിൽ താൻ വലിയ ധർമ്മിഷ്ഠനാണ്, അല്ലെങ്കിൽ വലിയ ദീൻ പാലിക്കുന്നയാളാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടി അവൻ പരിശ്രമിക്കും. അപ്പൊ അവിടെയുള്ള പ്രേരകം അവൻ തഅലീമുൽ മഖ്ലൂഖ്, ചില ആളുകൾ അവന് മഹത്വം കൽപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ എത്രത്തോളം മഹത്വം ഒരാളിലുണ്ടോ അത്രയും അയാളെ കാണിക്കാൻ വേണ്ടി ഇവൻ ചെയ്യുന്നതായിരിക്കും. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അവൻ സമ്പത്തിനെയാണ് ലക്ഷ്യം വെക്കുന്നത്. അവന്റെ ഷഹ്വത്തുൻ നഫ്സാണ്, ദേഹേച്ഛയാണ്, അതിനെയാണ് അവൻ ലക്ഷ്യം വെക്കുന്നത്. അത് എത്രത്തോളം വലുതാകുന്നു, അവന് സ്വാഭാവികമായി മനുഷ്യന് സമ്പത്തിനോട് താല്പര്യമുണ്ടാകും, ദുനിയാവിനോട് താല്പര്യമുണ്ടാകും.
സ്ഥാനമാനങ്ങളോട് താല്പര്യങ്ങൾ ഉണ്ടാകും. അപ്പൊ അത് എത്രത്തോളം വലുതാകുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും ഇവിടെ അതായിരിക്കും അവന്റെ പ്രേരകം, ആ അമൽ ചെയ്യാനുള്ള പ്രേരകം അതായിരിക്കും. അതാണ് അതിന്റെ ബാഇസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഉണ്ട്. മൂന്നാമതായിട്ട്, ഒന്നാമത്തേതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ അവൻ പങ്കു ചേർക്കുന്നത് അത് ജനങ്ങളെ ആണെങ്കിൽ ഇവിടെ ചില വസ്തുക്കളെയാണ് പങ്കു ചേർക്കുന്നത്. അത് മുഷറഖ്, എന്തിനാണോ പങ്കു ചേർക്കപ്പെടുന്നത് എന്ന് നോക്കിയാൽ ഒന്നാമത്തേതിൽ അള്ളാഹുവിനുള്ള ഇബാദത്തും ചെയ്യുന്നു, അതോടൊപ്പം ആളുകൾക്ക് വേണ്ടിയും അവന്റെ ഇബാദത്തുകളുടെ അംശം വകവെച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ അവൻ ആളുകൾക്ക് ഇബാദത്ത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആളുകളെ കാണിക്കാൻ വേണ്ടി ഇബാദത്ത് ചെയ്യുന്നില്ല. മറിച്ച് ഇബാദത്ത് മുഴുവൻ അള്ളാഹു തആലക്ക് തന്നെ ആയിരിക്കാം. പക്ഷേ അത് മുഖേന സാമ്പത്തികമായ ദുന്യവിയായ ലക്ഷ്യങ്ങൾ അവൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഈ രൂപത്തിലുള്ള വ്യത്യാസങ്ങൾ അതിനുണ്ട് എന്ന് മനസ്സിലാക്കുക. രണ്ടും ഒരേ കാര്യമല്ല. ഒന്നാമത്തേതിൽ പുകഴ്ത്തലുകളാണെങ്കിൽ ഇവിടെ സാമ്പത്തികമായ നേട്ടമാണ് മനുഷ്യൻ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഇനി എന്താണ് ഇതിന്റെ ഹുക്കും, അഥവാ ഹുക്മു ഇറാദത്തിൽ ഇൻസാൻ ബി അമലിഹി ദുനിയ? മനുഷ്യൻ തന്റെ സൽപ്രവർത്തനങ്ങൾ കൊണ്ട് ദുനിയാവ് ഉദ്ദേശിക്കുന്നതിന്റെ അതിന്റെ വിധി എന്താണ്? നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം റിയാവുമായി ബന്ധപ്പെട്ട അതിന്റെ വിധി, റിയാ അമലുകളിൽ വന്നാൽ അതിന്റെ വിധി എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ വിധി എന്താണ് എന്ന് പറഞ്ഞാൽ ഇത് ഷിർക്കുൻ അക്ബറാണ്. ഇത് ചില സമയത്ത് ഷിർക്കുൻ അക്ബറാണ്. അതായത് അവൻ അമല് മുഴുവനും ആളുകൾക്ക് വേണ്ടി ചെയ്യുകയാണെങ്കിൽ അത് ഷിർക്കുൻ അക്ബറായി തീരും. ചില സമയത്ത് ഇത് ഷിർക്കുൻ അക്ബറാണ്, റിയായിൽ പറഞ്ഞതുപോലെ തന്നെ. അതായത് ഇവന്റെ പ്രവർത്തനം മുഴുവനും ദുനിയാവ് കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിലോ ഇത് സ്വാഭാവികമായി മുസ്ലിമീങ്ങളിൽ നിന്ന് വരിക എന്നുള്ളത് അപൂർവ സാധ്യതയേ ഉള്ളൂ. ഒന്നുകിൽ കാഫിറുകളായ ആളുകൾ, ബാഹ്യമായി ഇസ്ലാം അഭിനയിക്കുന്ന കാഫിറുകളായ ആളുകളിൽ നിന്ന്, അല്ലെങ്കിൽ മുനാഫിക്കുകളിൽ നിന്നൊക്കെ ഇത് സംഭവിക്കാം. അവൻ ചെയ്യുന്നത് മുഴുവൻ, അവൻ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചത് തന്നെ സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. അവൻ ദുനിയാവ് ഉദ്ദേശിച്ചിട്ട് മാത്രമാണ്. നല്ല കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ നല്ല സാമ്പത്തികമായ സഹായങ്ങൾ പോരണം, ഈ ഒരു ഉദ്ദേശത്തിന് വേണ്ടി മാത്രം ഇസ്ലാമിലേക്ക് ഒരാൾ പ്രവേശിച്ചു. അങ്ങനെ അവൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈ ദുനിയാവ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അത് ഷിർക്കുൻ അക്ബറാണ്, ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന കാര്യമാണ്. അങ്ങനെ മുസ്ലിമീങ്ങളിൽ നിന്നുണ്ടാവുക വളരെ സാധ്യത കുറഞ്ഞ കാര്യമാണ്. എന്നാൽ മുസ്ലിമീങ്ങളിൽ നിന്നും ഉണ്ടാകാൻ സാധ്യതയുള്ളത്, അതുകൊണ്ട് തന്നെ പല പണ്ഡിതന്മാരും ഈ പറഞ്ഞ ഷിർക്ക് അത് ഷിർക്കുൻ അസ്ഗറാണ് എന്ന് മാത്രം വിശദീകരിച്ചതും കാണാൻ സാധിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ ചില അമലുകൾ എന്തായിരിക്കും? അത് ദുനിയാവ് ലക്ഷ്യം വെച്ചിട്ടായിരിക്കും ചെയ്യുക. എല്ലാ അമലുകളും, അവൻ ചെയ്യുന്ന മുഴുവൻ അമലുകളും ദുനിയാവ് ലക്ഷ്യം വെച്ച് ആയിരിക്കണമെന്നില്ല. അവൻ ചെയ്യുന്ന ചില അമലുകൾ അത് ദുനിയാവ് ലക്ഷ്യം വെച്ച്, ദുനിയാവിൽ നിന്നും എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ലക്ഷ്യം വെച്ച് ചെയ്യുന്നതായിരിക്കും. അത് ഷിർക്കുൻ അസ്ഗറാണ്. അത് ഷിർക്കുൻ അസ്ഗറാണ്. ചെയ്യുന്ന പ്രവൃത്തി അത് ബാത്തിലായി തീരുന്നതാണ്. അവൻ ഏതൊരു പ്രവൃത്തിയാണോ ദുനിയാവ് ലക്ഷ്യം വെച്ച് ചെയ്യുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല എന്നു മാത്രമല്ല, അവന് സ്വർഗപ്രവേശനം തന്നെ വിദൂരമായിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. ഇമാം അബൂ ദാവൂദും ഇബ്നു മാജയും റഹിമഹുമുല്ലാഹ് റിവായത്ത് ചെയ്ത ഹദീസിൽ കാണാം, ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാഹ് സഹീഹാണെന്ന് വിധിച്ചിട്ടുള്ള ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തഅല്ലമ ഇൽമൻ മിമ്മ യുബ്തഗ ബിഹി വജ്ഹുല്ലാഹി അസ്സ വജൽ ലാ യതഅല്ലമുഹു ഇല്ലാ ലിയുസീബ ബിഹി അറദൻ മിനദ് ദുനിയ. ആരെങ്കിലും ഒരു ദീനിയായ അറിവ് പഠിക്കുകയാണ്, അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് മാത്രം പഠിക്കേണ്ടതായ, അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന ഉദ്ദേശത്തിൽ മാത്രം പഠിക്കേണ്ടതായ ഒരു അറിവ് ഒരാൾ പഠിക്കുന്നു. പക്ഷെ ലാ യതഅല്ലമുഹു ഇല്ലാ ലിയുസീബ ബിഹി അറദൻ മിനദ് ദുനിയ, ദുനിയാവിന്റെ വിഭവങ്ങൾ അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടല്ലാതെ അവൻ പഠിച്ചിട്ടില്ല. ഇത് പഠിച്ചിട്ട് ദുനിയാവിന്റെ നേട്ടങ്ങൾ ഉണ്ടാക്കണം, ഇതായിരുന്നു ലക്ഷ്യം. ദീനിന്റെ മഹത്തരമായ അറിവ് അവൻ പഠിച്ചത് ദുന്യവിയായ നേട്ടങ്ങൾ ഉണ്ടാക്കണം, ദുനിയാവിന്റെ വിഭവങ്ങൾ വാരിക്കൂട്ടണം എന്ന ഉദ്ദേശത്തിലാണ് അവൻ പഠിച്ചിട്ടുള്ളതെങ്കിൽ ലം യജിദ് അർഫൽ ജന്നതി യൗമൽ ഖിയാമ യഅനി റീഹഹ, അവൻ ഖിയാമത്ത് നാളിൽ അതിന്റെ സ്വർഗത്തിന്റെ വാസന പോലും അവന് അനുഭവിക്കാൻ സാധിക്കുകയില്ല എന്നാണ്. സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നല്ല, സ്വർഗത്തിന്റെ വാസന പോലും അവൻ അനുഭവിക്കാൻ സാധിക്കുകയില്ല, സ്വർഗത്തിൽ നിന്നും വിദൂരത്തായി പോകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ദുനിയാവിന് വേണ്ടി മാത്രമായി ഒരാൾ അമൽ ചെയ്യുകയാണ് എങ്കിൽ അവന്റെ അമൽ അത് ബാത്തിലായി പോകുന്നതാണ് എന്നാണ്. എന്നാൽ അവന്റെ അമലുകളിൽ ചിലതിൽ ദുനിയവിയായ നേട്ടങ്ങൾ അവൻ ഉദ്ദേശിക്കുന്ന അവസ്ഥ ഉണ്ടായാൽ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പ്രധാനപ്പെട്ട 4 അഭിപ്രായങ്ങൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഒരാളുടെ അമല് മുഴുവനായി ദുനിയാവിന് വേണ്ടി ഉദ്ദേശിച്ചാൽ അത് ബാത്തിലായി തീരുന്നതാണ്, ഇത് യാതൊരു സംശയവും വേണ്ട. എന്നാൽ അവന്റെ അമലുകളിൽ ചിലത്
അത് ദുനിയവിയായ നേട്ടം ഉദ്ദേശിച്ചിട്ട് കൊണ്ടിട്ടാണെങ്കിൽ പണ്ഡിതന്മാർ, അതായത് അമലുകൾ ചെയ്യുന്ന സമയത്ത് അതിൽ ദുനിയവിയായ ചില കാര്യങ്ങൾ അവൻ ഉദ്ദേശിക്കുന്നുണ്ട്. അള്ളാഹുക്ക് വേണ്ടിയും ചെയ്യുന്നുണ്ട്, ദുനിയവിയായ ചില നേട്ടവും അതിലുണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പ്രധാനപ്പെട്ട 4 അഭിപ്രായങ്ങൾ പറഞ്ഞത് കാണാൻ സാധിക്കും. അതിലൊന്നാമത്തേത് അവർ പറയുന്നു, അന്ന കുല്ല ഇറാദത്തിൻ ലിദ്ദുനിയ ഫിൽ അമലി ഖല്ലത് ഔ കസറത് തുബ്തിലുഹു. അള്ളാഹു ചെയ്യേണ്ട ഏതൊരു ഇബാദത്തും അതിൽ കുറഞ്ഞതോ കൂടിയതോ അളവിലാകട്ടെ, അതിൽ ദുനിയാവിനോടുള്ള ഉദ്ദേശമുണ്ട് എങ്കിൽ അത് ബാത്തിലാക്കി കളയുന്നതാണ് എന്നാണ്. അതിനൊരു ഉദാഹരണം പറയുന്നത്, ഈ അഭിപ്രായം പറഞ്ഞ ആളുകൾ അതിന് ഉദാഹരണം പറയുന്നത്, ഒരാൾ വുളു എടുക്കുന്ന സമയത്ത് ശർഈയായ വുളുവാണ് ഒരാൾ എടുക്കുന്നത്, അയാൾക്ക് ആ വുളു കൊണ്ട് നിസ്കരിക്കാം, അല്ലെ, അതുപോലെയുള്ള മുസ്ഹഫ് സ്പർശിക്കാം പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒരാൾ വുളു എടുക്കുന്ന സമയത്ത് അയാൾ വേറൊരു ദുന്യവിയായ ലക്ഷ്യം കൂടി അവിടെ വെക്കുകയാണ്. അയാൾക്ക് ചൂട്, പ്രയാസം അതുപോലെയുള്ള കാര്യങ്ങളിൽ നിന്നും ആ വുളു രക്ഷയേക്കും. ചൂടിൽ നിന്നും രക്ഷ ലഭിക്കാൻ വേണ്ടി കൂടി അയാൾ ആ വുളുവിനെ മാറ്റുകയാണെങ്കിൽ അതിൽ ദുനിയാവിന്റെ നീയത്തും കയറി വരികയാണ്. അവർ പറയുന്നു ആ വുളു ബാത്തിലാണ് എന്ന് പറഞ്ഞ ഒരു വിഭാഗം പണ്ഡിതന്മാരുണ്ട്. അതിനവർ തെളിവ് വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാക്കിക്കൊണ്ട് ഇഖ്ലാസോടുകൂടി അല്ലാതെ ഇബാദത്തുകൾ ചെയ്യാൻ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്നാണ്. അവരുടെ ഇഖ്ലാസ് ഇല്ല. അള്ളാഹ്ക്ക് വേണ്ടിയിട്ടുള്ള വുളു എടുക്കുന്നുണ്ട്, പക്ഷേ തണുപ്പ് കിട്ടാൻ കൂടി അവർ നിയത്താക്കി എന്നാണ് പറയുന്നത്. അതുപോലെ ചില ഹദീസുകളിൽ വന്നതുപോലെ ഇന്നല്ലാഹ ലാ യഖ്ബലു മിനൽ അമലി ഇല്ലാ മാ കാന ലഹു ഖാലിസൻ വബ്തുഗിയ ബിഹി വജ്ഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമയുടെ അമലുകൾ സ്വീകരിക്കുകയില്ല, അത് ഖാലിസ് ആണെങ്കിൽ മാത്രമല്ലാതെ, അല്ലാഹു തആലക്ക് വേണ്ടി മാത്രമായിരിക്കണം, അവനെ നാളെ കണ്ടുമുട്ടണം, അവനിൽ നിന്നും പ്രതിഫലം ലഭിക്കണം എന്ന പ്രതീക്ഷയിൽ മാത്രം ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അതല്ലാത്ത കാര്യം സ്വീകരിക്കുകയില്ല. ഈ അഭിപ്രായം പറഞ്ഞത് ഇബ്നു ഹസം ലാഹിരി മദ്ഹബിലെ പണ്ഡിതനായ ഇബ്നു ഹസം റഹിമഹുള്ളയാണ് ഈ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. ഇതൊരു അഭിപ്രായമാണ്, ശരിയായ അഭിപ്രായം പണ്ഡിതന്മാർ മുഹഖിഖീങ്ങൾ പറഞ്ഞത്. നമുക്ക് അവസാനത്തിലേക്ക് വരാം. രണ്ടാമത്തെ വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് അന്നൽ അമല യസിഹു മഅ ഇറാദത്തി ദുനിയ, ദുനിയാവ് ഉദ്ദേശിച്ചാലും അമലുകൾ സഹീഹാകുമെന്നാണ് പറയുന്നത്. അമലുകൾ സഹീഹാകും. അവർ പറയുന്നു അങ്ങനെ ദുനിയാവ് ഉദ്ദേശിച്ചാൽ അമലുകൾ അതിന് പ്രതിഫലം കുറയുകയോ അമലുകൾക്ക് കോട്ടം വരികയോ ചെയ്യുകയില്ല എന്ന രൂപത്തിൽ അഭിപ്രായം പറഞ്ഞവരുണ്ട്. അവർ പറഞ്ഞ തെളിവ് ഖുർആനിൽ നിന്നുള്ള ഒരു ആയത്താണ്. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജുമായി ബന്ധപ്പെട്ട വേളയിൽ ഹജ്ജിന് പോയ ആളുകൾ അവിടെ കച്ചവടം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുമ്പോൾ അവരോട് പറഞ്ഞു, ലൈസ അലൈക്കും ജുനാഹുൻ അൻ തബ്തഗു ഫദ്ലൻ മിർ റബ്ബിക്കും, നിങ്ങൾക്ക് മേൽ കുറ്റമൊന്നുമില്ല, നിങ്ങൾ അല്ലാഹുവിന്റെ ഔദാര്യം, നിങ്ങളുടെ റബ്ബിന്റെ ഔദാര്യം നിങ്ങൾ കാക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിൽ കുറ്റമൊന്നുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ഇത് ഹജ്ജിൽ കച്ചവടം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പോൾ ഒരാൾ ഹജ്ജിന് പോകുന്ന സമയത്ത് തന്നെ ഒരുപാട് ആളുകൾ അവിടെ വരും. ഇന്നത് സാധിച്ചോളണമെന്നില്ല, കാരണം ഇന്ന് സൗദി അറേബ്യയിൽ ഹജ്ജിന്റെ വിസയിൽ പോയിട്ട് കച്ചവടം ചെയ്താൽ ഉടനെ പിടിച്ചകത്തിടും, അതിന് സാധിക്കുകയില്ല. പക്ഷെ പണ്ട് കാലത്തൊന്നും അങ്ങനത്തെ വിഷയമില്ലല്ലോ. ഒരു ഉദാഹരണം, അത് പറഞ്ഞൊരു ഉദാഹരണം പറയുന്നു മാത്രം, മറ്റേത് ഉദാഹരണങ്ങൾ സങ്കല്പിച്ചുകൊള്ളുക. അപ്പൊ ഹജ്ജിന് പോകുന്ന സമയത്ത് ഇയാൾ കുറെ കച്ചവടം കൂടി ചെയ്യണം. ഇപ്പോൾ ഒരാൾ വിചാരിക്കണം ഹജ്ജിന് പോയിട്ട് അവിടെ കുറെ തേൻ കച്ചവടം ചെയ്യാം, അല്ലെങ്കിൽ ഒരു അത്തർ കച്ചവടം ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ മൊബൈൽ കച്ചവടം ചെയ്യാം, കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി കച്ചവടം കൂടി ചെയ്യാൻ വേണ്ടി ഒരാൾ ഹജ്ജിന് പോകുന്നു അല്ലെങ്കിൽ മറ്റൊരു ഇബാദത്തിന് പോകുന്നു എങ്കിൽ പണ്ഡിതന്മാർ പറയുന്നു, ഈ അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാർ പറയുന്നു അത് തെറ്റില്ല. കാരണം അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ലൈസ അലൈക്കും ജുനാഹുൻ അൻ തബ്തഗു ഫദ്ലൻ മിർ റബ്ബിക്കും, നിങ്ങൾ ഈ ഹജ്ജിന്റെ വേളയിൽ കച്ചവടവും മറ്റും ചെയ്ത് അള്ളാഹുവിന്റെ ഔദാര്യം പ്രതീക്ഷിക്കുന്നതിൽ നിങ്ങൾക്ക് കുറ്റമൊന്നുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരിൽ ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസും തെളിവാക്കിയിട്ടുണ്ട്. ഏതാണ് ആ ഹദീസ്? മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫി റിസ്ഖിഹി, ആരെങ്കിലും തന്റെ റിസ്ക് ഉപജീവനം വിശാലമാകണമെന്ന് ഇഷ്ടപ്പെടുന്നെങ്കിൽ, ആഗ്രഹിക്കുന്നെങ്കിൽ, വയുൻസ ലഹു ഫി അഥരി, അവന്റെ ആയുസ് അത് നീട്ടിക്കിട്ടണം എന്നാഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഫല്യസിൽ റഹിമ, അവൻ കുടുംബബന്ധം ചേർത്ത് കൊള്ളട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത് ശർഈയായ ഒരു പ്രവർത്തനമാണ്. അതിനോടൊപ്പം ദുന്യവിയായ 2 പ്രവർത്തനങ്ങൾ, റിസ്ക് വിശാലമാകുക, ആയുസ്
നീട്ടിക്കിട്ടുക എന്ന 2 ലക്ഷ്യങ്ങൾ കൂടി, ആ 2 കാര്യങ്ങൾ കൂടി നിങ്ങൾ ചെയ്തുകൊള്ളൂ, അത് ആഗ്രഹിച്ചുകൊള്ളൂ എന്ന അർത്ഥത്തിലാണ് ഈ ഹദീസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഹദീസിൽ നിന്നും ദുന്യവിയായ പ്രവർത്തനങ്ങൾ ഉഖ്റവിയായ ഒരു പ്രവർത്തനത്തിന്റെ കൂടെ ലക്ഷ്യം വെച്ചാൽ അതിന് കുഴപ്പമൊന്നുമില്ല എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു. മൂന്നാമത്തെ വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് അന്നൽ ഇബ്റത ബിൽ അസ്ലി വൽ ബാഇസ് ഫഇൻ കാനൽ ബാഇസു വൽ അസ്ലു വൽ മുഹർരികു അന്നിയത്തു ദീനിയ ഫൽ അമലു സഹീഹുൻ വഇൻ തബിഅത്ഹു നിയത്തു ദുനിയ. അവർ പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം, നിന്റെ പ്രേരകം, ആ പ്രവർത്തനത്തിന് വേണ്ടി നിനക്ക് ഏതൊരു കാരണമാണോ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ഉണ്ടായിട്ടുള്ളത് അത് അനുസരിച്ചിരിക്കും. ഇപ്പൊ ഒരാള് ഹജ്ജിന് പോകുന്നതിന് പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ്? ഹജ്ജ് ചെയ്യുക എന്നുള്ള ഒറ്റ ഉദ്ദേശമാണ്. നിർബന്ധമായ അല്ലാഹു തആല എനിക്ക് നിശ്ചയിച്ച ഹജ്ജ് ചെയ്യണം, ഹജ്ജ് ചെയ്താൽ കിട്ടുന്ന പ്രതിഫലങ്ങളൊക്കെ ആഗ്രഹിച്ച് ഒരു ഉമ്മ പെറ്റ മകനെ പോലെ പാപക്കറയൊന്നുമില്ലാതെ തിരിച്ചു വരണം, ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ തന്നെയാണ് അടിസ്ഥാനം. പക്ഷെ അതിനോടൊപ്പം ഈ പറയുന്ന സൗകര്യം കിട്ടുകയാണെങ്കിൽ എവിടെയെങ്കിലൊക്കെ കുറച്ച് ബാക്കിയുള്ള സമയത്ത് കുറച്ച് കച്ചവടം ചെയ്യണം എന്നൊക്കെ ഒരു ഉദ്ദേശമാണ് എങ്കിൽ പണ്ഡിതന്മാർ പറയുന്നു ആ നിലക്ക് അത് തെറ്റില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഉദ്ദേശം അതല്ല, പ്രധാനപ്പെട്ട ഉദ്ദേശം പൈസ ആക്കണം, ഇത്ര ലക്ഷം ഉണ്ടാക്കണം, അതിൻ്റെ ഇടയിൽ ഹജ്ജ് ചെയ്യുക എന്നാണ് ഉദ്ദേശം. അപ്പൊ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? പോയിട്ട് ഇത്ര കച്ചവടം, കാരണം ഒരുപാട് ലക്ഷങ്ങൾ വരുന്ന കാര്യമാണ്, ആളുകൾ വരുന്നതാണ്. അപ്പോൾ ഇത്രയും പൈസ ഉണ്ടാക്കണം എന്നതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇവിടെ ഒന്ന് ഹജ്ജും ചെയ്യുക, ഹജ്ജിന്റെ കാര്യത്തിലൊന്നും വലിയ പഠിക്കുന്നോ നോക്കുന്നൊന്നുമില്ല. കച്ചവടം എങ്ങനെ ചെയ്യുക, ഏത് സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ നിന്നാലാണ് കച്ചവടം നടക്കുക, മക്കത്താണോ മദീനത്താണോ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അവന്റെ ചിന്താവിഷയം. അതാണ് അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാം അവനെ ആ യാത്രക്ക് വേണ്ടി പ്രേരിപ്പിച്ചത് ഈ കച്ചവടം നടത്തുക എന്നുള്ളതാണ്. ഹജ്ജ് ചെയ്യണം, അങ്ങനെ ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വിസ എടുത്താൽ ഇതൊക്കെ നടക്കുള്ളൂ. അപ്പൊ അതാണ് അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണ് അത്? കച്ചവടം ചെയ്യുക എന്നുള്ളത്. അപ്പൊ അതിനനുസരിച്ചിട്ടായിരിക്കും അവന്റെ അമലുകൾ വിലയിരുത്തപ്പെടുക. അപ്പൊ എന്താണോ പ്രധാന ലക്ഷ്യമായി വെക്കുന്നത് അതിനനുസരിച്ച്. അത് ഇബാദത്താണെങ്കിൽ ഈ പറയുന്ന അതിനോട് താബിയായി വരുന്ന തുടർന്ന് വരുന്ന ഈ കാര്യം അവന് ഉപദ്രവം ഉണ്ടാക്കുകയില്ല, അവന്റെ അമലിന് കോട്ടം വരുത്തുകയില്ല. എന്നാൽ അവന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ദുനിയാവാകുകയും അതിനോടൊപ്പം ദീനിയായ ഇബാദത്തുകൾ നടക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തതാണ് എങ്കിൽ ആ പ്രധാന ലക്ഷ്യത്തെ മാനിച്ചുകൊണ്ട് അവന്റെ അമലുകൾ സ്വീകരിക്കപ്പെടാതെ വരും എന്നാണ്. നാലാമത്തെ അഭിപ്രായം ഏതാണ്ട് സമാനമായ അഭിപ്രായമാണ്. അന്നൽ നദറ ഇലൽ ഗാലിബി അലൽ ഖൽബ്, അവന്റെ ഹൃദയത്തിൽ ഏതിനോടാണ് കൂടുതൽ ചായ്വ് എന്നതിനനുസരിച്ചിട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 4 അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് സുലൈമാൻ ഹഫിളഹുല്ലാഹ്, ഷെയ്ഖ് സുലൈമാൻ അർ-റുഹൈലി ഹഫിളഹുല്ലാഹ്, അദ്ദേഹം പറയുന്നു അത്തഹ്ഖീഖ് വല്ലാഹു അലം അത്തഫ്സീൽ കമാ ഫി നുഖാത്തി താലിയ. അത് ഇങ്ങനെയൊക്കെ പല അഭിപ്രായങ്ങൾ വന്നതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുന്നു, താഴെ ചില പോയിന്റുകളാക്കി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതാണ് ഏറ്റവും ശരിയായ അഭിപ്രായമായി അദ്ദേഹം കാണുന്നത്. ഒരു തഫ്സീൽ, വിശാലത ഉണ്ട്. ഇതിലേതെങ്കിലും ഒരൊറ്റ അഭിപ്രായം പറഞ്ഞാൽ പോരാ. അതായത് ദുന്യവിയായ ഒരു നീയത്ത് ഒരാൾ ദീനിന്റെ ഒരു പ്രവർത്തനങ്ങളിൽ ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കതിൽ ശരിയായ മാർഗം കണ്ടെത്താൻ സാധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ ഒന്നാമതായി അദ്ദേഹം പറയുന്നു അൻ യുരീദൽ അബ്ദു ബിൽ അമലി വജ്ഹല്ലാഹ് വയുരീദു മിനദ് ദുനിയ മാ അദിനല്ലാഹു ബിഇറാദതിഹി വഹദാ ലാ യദുറു അൽ അമൽ. അവൻ ദുന്യവിയായ ഒരു ലക്ഷ്യം വെക്കുന്നുണ്ട്, ദീനിയായ ഒരു പ്രവർത്തനം ചെയ്യുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹാണ് അവൻ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം അള്ളാഹു അനുമതി നൽകിയ ചില ദുന്യവിയായ നേട്ടങ്ങൾ ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിൽ അതല്ലാ യദുറുൽ അമൽ, അത് അമലിനെ ബാധിക്കുകയേയില്ല. അത് മറിച്ച് അദ്ദേഹം പറയുന്നത് ബൽഹുവ ജംഉം ബൈനൽ ഹുസ്നൈൻ, 2 നന്മകളെ ഒരുമിപ്പിക്കലാണ് അതിലുള്ളത്. മിസ്ൽ അൻ യഹുജ്ജ ബിനിയത്തിൽ ഹജ്ജി വത്തഖറുബ് വ അൻ യബിഅ ബിളഅതഹ്. ഏതുപോലെ അവൻ ഹജ്ജ് ചെയ്യുന്ന സമയത്ത് അള്ളാഹുവിലേക്കുള്ള കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് അവൻ ഹജ്ജ് ചെയ്യുന്നു, പ്രതിഫലം പ്രതീക്ഷിച്ച് ഹജ്ജ് ചെയ്യുന്നു. അതോടൊപ്പം അവന്റെ കച്ചവട വസ്തുക്കൾ വിൽക്കണം എന്നതും അവൻ ആഗ്രഹിക്കുന്നു. ഫാദാ ലാ യദുറുൽ അമൽ വലാ യുൻഖസുൽ അജ്ർ, അത് അമലിന് ഒരു കോട്ടവും വരുത്തുകയില്ല, ഒരു കുറവും വരുത്തുകയില്ല. ലിഅന്ന അല്ലാഹു അസ്സ വജൽ അദിന ഫീ ദാലിക, കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അനുമതി നൽകിയിട്ടുണ്ട്. ലൈസ അലൈക്കും ജുനാഹുൻ അൻ തബ്തഗു ഫദ്ലൻ മിൻ റബ്ബിക്കും, നേരത്തെ പറഞ്ഞ സൂറത്തുൽ ബഖറയിലെ ആയത്ത്. നിങ്ങൾ ഈ വേളയിൽ നിങ്ങളുടെ റബ്ബിന്റെ ഫദ്ൽ, ഔദാര്യം കാംക്ഷിക്കുന്നതിൽ നിങ്ങൾക്ക് കുറ്റമൊന്നുമില്ല എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. വഹാദിൽ ആയത്തു ഫി തിജാറതി ബിഇജ്മാഇൽ മുഫസ്സിരീൻ, ഇത് കച്ചവടത്തിന്റെ വിഷയത്തിൽ ഇറങ്ങിയിട്ടുള്ള ആയത്താണെന്നുള്ളത്
മുഫസ്സിറുകളുടെ ഖുർആൻ വ്യാഖ്യാതാക്കളിലെ ഇജ്മാ ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഹദീസും. ഏത് ഹദീസ്? ഒരാൾ കുടുംബബന്ധം ചേർക്കുന്നു, അതിലൂടെ അവന്റെ റിസ്ക് വിശാലമാകണം, അതുപോലെ അവന്റെ ആയുസ് അതിന് ദൈർഘ്യം കിട്ടണം, ആയുസ് കൂടണം. ഈ ആഗ്രഹം ഒരാൾ ആഗ്രഹിച്ച് കുടുംബബന്ധം ചേർത്താൽ ഫഹാദ ലാ യദുറുൽ അമൽ, അങ്ങനെ അവൻ കുടുംബബന്ധം ചേർക്കുന്നതിന് അവന്റെ അമലിന് ഒരു ഉപദ്രവം ഉണ്ടാക്കുകയില്ല. വഖദ് അദിന അല്ലാഹു ഫീഹി അലാ ലിസാനി റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ നാവിനാൽ അതിനുള്ള അനുമതി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ വേറെയും ഹദീസ് ഉണ്ട്. അദ്ദേഹം വീണ്ടും ഉദാഹരണം പറയുകയാണ്. വമിസ്ലു അൻ യഖ്തുലൽ മുസ്ലിമുൽ കാഫിറ ഫിൽ മഅരിക യുരീദു വജ്ഹല്ലാഹ് വയുരീദു സലബഹ്. ഒരു മുസ്ലിം ഒരു കാഫിറിനെ യുദ്ധക്കളത്തിൽ വെച്ച് വധിക്കുകയാണ്. യുദ്ധക്കളത്തിൽ വധിക്കുമ്പോൾ ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന സമയത്ത് ആ വധിക്കലിൽ അവൻ പ്രതിഫലം പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവൻ അണിഞ്ഞിട്ടുള്ള അവന്റെ ശരീരത്തിലുള്ള എന്തൊക്കെയാണോ കാര്യങ്ങൾ ഉള്ളത്, അവന്റെ ആയുധങ്ങൾ മറ്റുമൊക്കെ ഈ വധിച്ച ആൾക്കാണ് ലഭിക്കുക. അത് അവന് യാതൊരു കുഴപ്പമുണ്ടാക്കുന്ന അവന്റെ ജിഹാദ് സഹീഹാണ് എന്നാണ് പറയുന്നത്. فهذا لا يضر لأن النبي صلى الله عليه وسلم من قتل قتيلا له عليه بينة فله سلب. ആരെങ്കിലും ഒരാളെ കൊന്നിട്ട് ഇയാളാണ് കൊന്നത് എന്നുള്ള തെളിവ് വ്യക്തമായി പറഞ്ഞാൽ അയാൾ ധരിച്ച ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫഹാദ ഹസ്സുൻ വതശ്ജീഉൻ വലാ യദുറുൽ അമൽ. ഇത് ജിഹാദിന് വേണ്ടിയിട്ടുള്ള പ്രേരകമാണ്, പ്രേരിപ്പിച്ചതാണ്. അത് അമലിനെ ബാധിക്കുകയില്ല. അങ്ങനെ ബാധിക്കുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നില്ല. അപ്പൊ അതാണ് ഒന്നാമത്തെ പോയിന്റ്. അതാണ് ദുനിയവിയായ ഒരു നേട്ടം അവൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു അനുമതി നൽകിയ കാര്യങ്ങൾ മാത്രം ഉദ്ദേശിക്കാം. അതല്ലാത്ത വേറെ പ്രവർത്തനങ്ങൾക്ക് ഒന്നും ഉദ്ദേശിക്കാൻ പാടില്ല. അള്ളാഹു ഈ പ്രവർത്തനത്തിന് ഇങ്ങനെ ദുനിയവിയായ ഒരു നേട്ടം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവൻ ആഗ്രഹിക്കാം എന്നു മാത്രം. രണ്ടാമത്തത് أن يريد العبد بالعمل الصالح وجه الله ومصلحة دنيوية تصلح بالعمل سواء نواها أو لم ينوها فهي حاصلة حاصلة. ഒരു അമൽ ചെയ്യുന്ന സമയത്ത് അവൻ ദുനിയവിയായ ഒരു നേട്ടം അതോടൊപ്പം വരുന്നതാണ്. അവൻ അതിന് ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അത് വരും. അങ്ങനെയുള്ള പ്രവർത്തനമാണെങ്കിൽ അതും കുഴപ്പമില്ല എന്നാണ്. അതിന് ഉദാഹരണമായി പറഞ്ഞത് അത്തബറുദു ബിൽ വുദൂഇ ഹാസിൽ ഫഇദാ തവല്ലഅത തബറഅത സവാഅ നവൈത ഔ ലം തൻവി. നീ വുദൂ എടുക്കുന്ന സമയത്ത് തണുപ്പ് കിട്ടും. സ്വാഭാവികമായി ചൂടുള്ള സമയത്ത് ഒരു തണുത്ത വെള്ളത്തിൽ വുദൂ എടുക്കുകയാണെങ്കിൽ നിനക്ക് വുദൂവും ശരിയാകും, അതോടൊപ്പം തണുപ്പും കിട്ടും. അതിപ്പോ തണുപ്പ് കിട്ടണം നീയത്ത് പ്രത്യേകം വെക്കേണ്ട ആവശ്യമില്ല. നീ എങ്ങനെ വുദൂ എടുത്താലും വെള്ളത്തിൽ വുദൂ എടുത്താൽ നിനക്ക് അതിൻ്റെതായ ഒരു തണുപ്പ് ശരീരത്തിന് ചൂടകറ്റുക എന്നുള്ളത് അതുണ്ടാകുന്നതാണ്. ഫഹാദ ലാ യദുറുൽ അമൽ ലിഅന്ന നിയ്യത ലം തുക്സിബുഹു ഷൈഅൻ. അത് അമലിന് ഒരു ഘട്ടത്തിലും ബാധിക്കുകയില്ല. കാരണം ആ തണുപ്പുണ്ടാകുക എന്നുള്ളത് നിന്റെ നിയ്യത്തുകൊണ്ട് പ്രത്യേകിച്ച് ഉണ്ടാകുന്ന ഒരു കാര്യമൊന്നല്ല. ലിഅന്ന ഹാദ തബറുദ് ഹാസിലുൻ ഹാസിൽ, അതെന്തായാലും സംഭവിക്കുന്ന കാര്യം തന്നെയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ഉള്ള എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മൾ പ്രത്യേകിച്ച് നിയ്യത്തൊന്നും വെച്ചിട്ടില്ല. നമ്മുടെ നോമ്പ് എടുക്കുന്ന സമയത്ത് നമുക്കങ്ങനെ പ്രത്യേകിച്ച് ആരോഗ്യം നന്നാക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള വേറെ എന്തെങ്കിലുമൊക്കെ നിയ്യത്തല്ല, ഒരു ഡയറ്റ് പ്ലാൻ ആയിട്ടൊന്നും കാണുന്നില്ല. പക്ഷെ നമ്മൾ നോമ്പെടുക്കുന്നു, അള്ളാഹു തആലക്ക് വേണ്ടി നോമ്പെടുക്കുന്നു. അതോടൊപ്പം നമുക്ക് ശാരീരികമായ ഒരുപാട് ഉപകാരങ്ങൾ അതിലൂടെ ലഭിക്കുന്നു. അതങ്ങനെ ലഭിക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് തെറ്റില്ല. കാരണം നമ്മൾ അതിനു വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്, മറിച്ച് അത് ആ പ്രവർത്തനത്തോടൊപ്പം നമ്മൾ നിയ്യത്ത് വെച്ചാലും ഇല്ലെങ്കിലും കിട്ടുന്ന കാര്യമാണ്. നിയ്യത്ത് വെച്ചാലും ഇല്ലെങ്കിലും കിട്ടുന്ന കാര്യമാണ്. അങ്ങനെയുള്ളതും കുഴപ്പമില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. മൂന്നാമത്തെ കാര്യം അത് ഏതുപോലെയാണ് എന്ന് പറഞ്ഞാൽ അൻ യുരീദൽ അബ്ദു ബിൽ അമലി വജ്ഹല്ലാഹ് വമസ്ലഹതൻ ദുനിയവിയതൻ ഗൈറ മാ തഖദ്ദം. അവൻ ദുനിയവിയായ നേട്ടം ആഗ്രഹിക്കുന്നു, ഈ സാലിഹായ പ്രവർത്തനത്തോടൊപ്പം ദുനിയവിയായ നേട്ടം ആഗ്രഹിക്കുന്നു. പക്ഷെ നേരെ പറഞ്ഞ രണ്ട് രൂപത്തിലും അല്ല. ഏതൊക്കെയാണ് രണ്ട് രൂപം? ഒന്നുകിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുമതി നൽകിയ ദുനിയവിയായ നേട്ടം, അല്ലെങ്കിൽ നമ്മൾ നിയ്യത്ത് വെച്ചാലും ഇല്ലെങ്കിലും അതോടൊപ്പം തന്നെ നമുക്ക് ലഭിക്കുന്നതായ നേട്ടം. അങ്ങനെ അല്ലാത്ത മറ്റു വല്ല നിയ്യത്താണെങ്കിൽ വകാനത്ത് നിയ്യത്തുൽ അസ്ലിയത്തു ദുനിയ വലൗലാ ലമാ ഫഅൽ, അവൻ അതിനുവേണ്ടി വലൗലാഹ ലമാ ഫഅൽ, അവൻ അതിനു വേണ്ടിയിട്ടല്ല എങ്കിൽ അവൻ അത് പ്രവർത്തിക്കുകയില്ല. ഫഹാദൽ അമലു ബാത്തിലുൻ ലിഉമൂമിൽ അദില്ല കമാ തഖദ്ദം. അവൻ ഈ ഒരു ദുനിയവിയായ നേട്ടം കിട്ടെങ്കിൽ മാത്രമേ അവൻ പ്രവർത്തിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ അവൻ പ്രവർത്തിക്കുകയില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഈ ഹജ്ജിന് പോകുന്ന വ്യക്തി അവിടെ കച്ചവടം നടക്കുമെങ്കിൽ മാത്രമേ പോവുള്ളൂ. ഇപ്പൊ അവസാന സമയത്ത് അറിയാണ് കച്ചവടം നടക്കുകയില്ല എന്നാണ്. അവൻ ഹജ്ജിന് ഒരു താല്പര്യമില്ല. ഹജ്ജിനൊരു താല്പര്യമുള്ള അവന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം
ഈ പറയുന്ന ഹജ്ജിന്റെ ഹജ്ജ് നമുക്ക് മാറ്റിവെക്കാം, ഹജ്ജ് അള്ളാഹു അനുമതി നൽകിയതാണ്. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഒരു ഇബാദത്ത് നിസ്കാരത്തിന് വരുന്ന സമയത്ത് അവൻ നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപകാരം കിട്ടുന്നതുകൊണ്ട് മാത്രമാണ് അവൻ മസ്ജിദിലേക്ക് വന്ന് നിസ്കരിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപകാരം കിട്ടുന്നത് കൊണ്ട് മാത്രമാണ് മസ്ജിദിൽ വന്ന് നിസ്കരിക്കുന്നത്, അല്ലെങ്കിൽ മസ്ജിദിലേക്കൊന്നും വരികയില്ല. ആ ഉപകാരം ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? ആ അമല് ചെയ്യുകയില്ല. ആ ഒരു അവസ്ഥയായിരിക്കും. അല്ലെങ്കിൽ വേറൊരാൾക്ക് വേണ്ടി ഹജ്ജ് ചെയ്യുന്ന ഒരു വ്യക്തി, അപ്പൊ അയാൾ ഈ ഹജ്ജ് ചെയ്താൽ വേറൊരാൾക്ക് വേണ്ടി, മരിച്ച ഒരാൾക്ക് വേണ്ടി ഹജ്ജ് ചെയ്യുന്നു, അല്ലെങ്കിൽ ജീവിതകാലത്ത് തന്നെ ശാരീരികമായ പ്രയാസം അവനൊരിക്കലും ഹജ്ജ് ചെയ്യാൻ സാധിക്കില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു അവസ്ഥ വരുന്ന ഒരാൾക്ക് വേണ്ടി മറ്റൊരാളെ ഹജ്ജ് ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുകയാണ്. സാമ്പത്തികമായ കഴിവുള്ളവനാണെങ്കിൽ മറ്റൊരാളെ ഹജ്ജിന് വേണ്ടി ഏൽപ്പിക്കുകയാണ്. അപ്പൊ ഈ ഏൽപ്പിക്കപ്പെട്ട വ്യക്തിക്ക് ഇയാൾ എന്തെങ്കിലുമൊക്കെ ഒരു പൈസ കൊടുക്കും, എന്തെങ്കിലുമൊക്കെ ഒരു പൈസ കൊടുക്കും ഒരു സന്തോഷത്തിന്. അപ്പൊ ഈ വ്യക്തി ഇയാളുടെ ഈ പൈസ കൊണ്ട് മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ പണ്ഡിതന്മാർ പറയുന്നു അത് ആ അമല് സ്വീകരിക്കപ്പെടുകയില്ല. പക്ഷേ ഈ അമല് ചെയ്യുക വഴി തന്റെ സഹോദരന് വേണ്ടി ഒരു ഹജ്ജ് ചെയ്യാം, അതിന്റെ ഒരു പ്രതിഫലം എനിക്കും കിട്ടുമല്ലോ, അങ്ങനെയൊക്കെയുള്ള നീയത്തിലാണ്. അല്ലെങ്കിൽ അവിടെ കഴിഞ്ഞിട്ട് ഇവന്റെ ഹജ്ജ് ചെയ്യേണ്ട എനിക്ക് വേണമെങ്കിൽ വേറൊരു ഉംറയും ചെയ്യാം, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നല്ല നീയത്താണെങ്കിൽ ഇയാൾക്കതിന് പ്രതിഫലം ലഭിക്കും. അതല്ല എങ്കിൽ ഇവന്റെ പണം കണ്ടിട്ട് മാത്രമാണ് അവന് വേണ്ടി ഹജ്ജ് ചെയ്യുന്നത്, അവൻ പണം തരൂല എന്ന് പറഞ്ഞാൽ, ഹജ്ജിനുള്ള പൈസ മാത്രമേ തരുള്ളൂ, എക്സ്ട്രാ ഒന്നും തരില്ല എന്ന് പറഞ്ഞാൽ ഉടനെ അവൻ ആ പരിപാടി നിർത്തിവെക്കുന്ന അവസ്ഥയായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് ബാത്തിലായി പോകും. കാരണം ഇതിൽ അള്ളാഹു താല അനുമതി നൽകിയ കാര്യവുമല്ല, അതുപോലെ അതോടൊപ്പം തന്നെ ഉണ്ടാകുന്ന കാര്യവുമല്ല, അതല്ലാത്ത ദുന്യവിയായ നേട്ടമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നാലാമത്തെ കാര്യമായി പറയുന്നത് അൻയുരീദൽ അബ്ദു ബിൽ അമലി വജ്ഹല്ലാഹി വമസ്ലഹതൻ ദുനിയവിയൻ ഗൈറ മാ തഖദ്ദം, ദുനിയാവിയായ നേട്ടം അവൻ ആഗ്രഹിക്കുന്നു, മേലെ പറഞ്ഞതല്ല, വേറൊരു തരത്തിലുള്ളതാണ്. വകാനത്തു നിയ്യത്തുൽ അസ്ലിയ അദ്ദീനിയ വഅമ്മാ അദ്ദുനിയ ഫതാബിഅ ഫഹാദാ ലാ യുബ്തുൽ അമലുഹു വലാകിൻ യൻഖുസ് അജ്റുഹു. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എങ്ങനെയാണ് ഇതുള്ളത്? അവൻ ദുന്യവിയായ നേട്ടം ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ എങ്ങനെയല്ല, ദുന്യവിയായ ആഗ്രഹം നേട്ടം അതുണ്ടെങ്കിൽ മാത്രമേ ചെയ്യുകയുള്ളൂ എന്നല്ല, ദീനിയായ നേട്ടം തന്നെയാണ് അവന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ദുനിയാവ് അത് വരികയാണെങ്കിൽ വന്നുകൊള്ളട്ടെ എന്നാണ് അവൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഫഹാദാ ലാ യുബ്തുൽ അമലുഹു, അത് അവന്റെ അമലിനെ പൊളിച്ചു കളയുകയില്ല, വലാകിൻ യൻഖുസ് അജ്റുഹു, അതിന്റെ പ്രതിഫലം കുറച്ചു കളയും. മേലെ പറഞ്ഞ രണ്ടുമല്ല, ഹജ്ജിന്റെ കാര്യം അല്ലെങ്കിൽ കുടുംബബന്ധം യോജിപ്പിക്കുന്നത്, കുടുംബബന്ധം പുലർത്തുന്നത്, ഇതൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട. കാരണം അതൊക്കെ അള്ളാഹു താല അനുമതി നൽകിയതാണ്. അതിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അതെങ്ങനെ ചെയ്താലും അതിന്റെ പ്രതിഫലം ദുനിയാവിയായ നേട്ടം, ആ അള്ളാഹു താല പറഞ്ഞ നേട്ടം നീ ലക്ഷ്യം വെച്ചാൽ നിനക്ക് രണ്ടിന്റെ പ്രതിഫലം കിട്ടും, രണ്ടും ലഭിക്കും, കുഴപ്പമില്ല. രണ്ടാമത്തേത് നമ്മൾ പറഞ്ഞു ആ അമലിനോടൊപ്പം തന്നെ ഉണ്ടാകുന്നതാണ്. നമ്മൾ നിയത്ത് വെക്കുക വേണ്ടൊന്നും വേണ്ട, വുളുവിന്റെ കൂടെ തണുപ്പ് കിട്ടുന്നത് പോലെ, അതും നിനക്ക് കുഴപ്പമുണ്ടാക്കുന്നില്ല. മൂന്നാമത്തത് കുഴപ്പമുണ്ടാക്കുന്നതാണ്. അതെന്താണ്? അവൻ ആ ദുന്യവിയായ നേട്ടത്തിന് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്, ദീനിയായ കാര്യത്തിന് വേണ്ടിയിട്ടല്ല. ദുന്യവിയായ നേട്ടം ഉണ്ടെങ്കിൽ ആ ദീനിയായ കാര്യം ചെയ്യുകയുള്ളൂ, അത് ബാത്തിലാക്കി കളയുന്നതാണ്, ആ അമല് സ്വീകരിക്കപ്പെടുകയില്ല. നാലാമത്തേത് ദീനിയായ കാര്യത്തിന് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്, പക്ഷേ ദുനിയാവ് അതോടൊപ്പം ഉണ്ടായിക്കോട്ടെ എന്നവൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു, ഒരു താബി ആയിട്ടുണ്ടായിക്കോട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇവിടെ അദ്ദേഹം പറയുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം ദീനിയായതുകൊണ്ട് അമല് പൊളിഞ്ഞു പോവുകയില്ല, പക്ഷേ പ്രതിഫലം കുറയുന്നുണ്ട്. കാരണം ഇത് അള്ളാഹു താല അനുമതി നൽകിയ കാര്യവുമല്ല, അതോടൊപ്പം ഉണ്ടാകുന്നതുമല്ല, എക്സ്ട്രാ ആയിട്ട് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഇപ്പൊ ഏതുപോലെ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിന്, തന്റെ സഹോദരന് വേണ്ടി ഹജ്ജ് ചെയ്യുന്ന ഒരു വ്യക്തി, അയാൾ ഹജ്ജ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്, അതാണ് സഹോദരനൊരു സഹായം ചെയ്യാന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ അയാൾ എന്തായാലും ഒരു പൈസ തരും, ആ പൈസയിലും അവനൊരു കണ്ണുണ്ട്, ചെറിയ രൂപത്തിലുണ്ട്. ഹജ്ജ് ചെയ്യാന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം, അത് സഹോദരനെ സഹായിക്കണം എന്നൊക്കെയുള്ള വലിയ നിയത്ത് അവന്റെ മനസ്സിലുണ്ട്. പക്ഷെ അതിന്റെ കൂടെ ഇങ്ങനെ ഒരു സാമ്പത്തികമായ ഒരു ലാഭം അതിന് ലഭിക്കും, ഒരാൾക്ക് വേണ്ടി ഒരു സഹായം ചെയ്തു കൊടുത്താൽ ഒരു ലാഭം അതിന് ലഭിക്കും എന്നതുകൂടി അവൻ മനസ്സിൽ നിയത്താക്കുമ്പോൾ ഒരമൽ പൊളിഞ്ഞു പോകുന്നില്ല, പക്ഷേ പ്രതിഫലം കുറഞ്ഞു പോകുന്നു. അതുപോലെ വേറെ ഒരുപാട് ഇപ്പൊ ആളുകളെ സഹായിക്കാൻ വേണ്ടി നമ്മൾ പോകുന്ന സമയത്ത് ഒരുപാട് ആളുകൾക്ക് പല രൂപത്തിൽ സഹായങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നീയത്ത് ആളുകളെ സഹായിക്കുക എന്നുള്ള നീയത്തോടൊപ്പം ഇങ്ങനെയൊക്കെ സഹായിച്ചു കഴിഞ്ഞാൽ വേറൊരാൾ എന്നെയും സഹായിക്കും, കാരണം അയാൾ എനിക്ക് എന്തെങ്കിലും പൈസ തരും, കാരണം ഞാൻ ആളുകൾക്ക് വേണ്ടി ഓടുന്നതല്ലേ, എന്നെയും ആളുകൾ സഹായിക്കും എന്ന നീയത്തും കൂടി മനസ്സിൽ വെക്കുമ്പോൾ പ്രധാനപ്പെട്ട നീയത്ത് ആളുകളെ സഹായിക്കുക എന്നുള്ളതായതുകൊണ്ട് ഇവന്റെ അമല് പൊളിഞ്ഞു പോവുകയില്ല, പക്ഷേ പ്രതിഫലം കുറഞ്ഞു പോകും. ഇത് മനസ്സിലാക്കിയാൽ സഹോദരങ്ങളെ, നമ്മൾ സുരക്ഷാ മാർഗം എന്ന് പറയുന്നത് നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം നമ്മൾ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാൻ ശ്രമിക്കുക. മേൽ പറഞ്ഞ അള്ളാഹു അനുമതി നൽകിയതോ
അല്ലെങ്കിൽ നമ്മൾ നിയ്യത്ത് വെച്ചാലോ വെച്ചിട്ടില്ലെങ്കിലോ ആകട്ടെ, അതോടൊപ്പം തന്നെ ഉണ്ടാകുന്നതോ അല്ലാത്ത ഏതൊരു പ്രവർത്തനവും അതിൽ ദുന്യവിയായ ഒരു നേട്ടം നമ്മൾ ഒരു ചെറിയ രൂപത്തിൽ പോലും നമ്മളത് ആഗ്രഹിക്കുകയേ ചെയ്യരുത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന സമയത്ത് പൂർണ്ണമായി നാളെ റബ്ബ് സുബ്ഹാനഹു വ തആല ഇത് മുഖേന എൻ്റെ പാപങ്ങൾ പുറത്ത് എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും എന്നൊരൊറ്റ നിയ്യത്ത് നമ്മൾ വെക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവ് നമുക്ക് അതോടൊപ്പം തന്നെ നൽകുന്നതാണ്. അത് നമ്മൾ ആഗ്രഹിക്കുന്നതിന്റെ അത്രയൊന്നും ആയിരിക്കില്ല, അതിനേക്കാളും എത്രയോ മനോഹരമായ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. അള്ളാഹു തആല അത് പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ കാണാൻ. സൂറത്തു നിസായിൽ അള്ളാഹു പറഞ്ഞു, മൻ കാന യുരീദു സവാബ ദുനിയ, ആരെങ്കിലും ദുനിയാവിന്റെ പ്രതിഫലമാണ്, മൻ കാന യുരീദു സവാബ ദുനിയ ഫഇൻദല്ലാഹി സവാബു ദുനിയ വൽ ആഖിറ, ആരെങ്കിലും ദുനിയാവിന്റെ പ്രതിഫലമാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ ദുനിയാവിന്റെ പ്രതിഫലവും ആഖിറത്തിന്റെ പ്രതിഫലവും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആരെങ്കിലും ദുനിയാവിന്റെ പ്രതിഫലം ആഗ്രഹിക്കുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ദുനിയാവും ആഖിറത്തും ഒക്കെ അള്ളാഹുവിന്റെ അടുക്കലുണ്ട്. അപ്പൊ അവന് ദുനിയാവ് ലഭിക്കുന്നതായിരിക്കും. അവൻ ദുനിയാവിന് വേണ്ടി പ്രവർത്തിച്ചാൽ ദുനിയാവ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. പക്ഷെ ഒരാൾ ആഖിറത്തിന് വേണ്ടി മാത്രമാണ് അവന്റെ ചിന്ത മുഴുവനും ആഖിറത്തിന് വേണ്ടി മാത്രമാക്കിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവ് അവൻ ഉദ്ദേശിക്കാത്ത രൂപത്തിൽ നൽകും. ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, മൻ കാനത്തിൽ ആഖിറതു ഹമ്മഹു ജഅലല്ലാഹു ഗിനാഹു ഫീ ഖൽബിഹി, ആരെങ്കിലും ഒരാളുടെ അവന്റെ ഏറ്റവും വലിയ ലക്ഷ്യം, ഏറ്റവും വലിയ അവന്റെ ചിന്ത എന്ന് പറയുന്നത് ആഖിറത്താണെങ്കിൽ ജഅലല്ലാഹു ഗിനാഹു ഫീ ഖൽബിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹൃദയത്തിൽ ധന്യത നൽകുന്നതാണ്. വജമഅ ലഹു ശംല, അവന്റെ കാര്യങ്ങളെല്ലാം അല്ലാഹു ഒരുമിച്ച് കൂട്ടിക്കൊടുക്കും. വഅതത്ഹു ദുനിയ വഹിയ റാഗിമ, വഅതത്ഹു ദുനിയ വഹിയ റാഗിമ, അവൻ ദുനിയാവിനോട് വേണ്ട എന്നുള്ള നിലപാടാണെങ്കിലും അതിനോട് വിരക്തി കാണിച്ചാലും ദുനിയാവ് അവനിലേക്ക് വരിക തന്നെ ചെയ്യും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രതിഫലമാണ്, ആഖിറത്താണ് ഒരാൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അള്ളാഹു അവന്റെ ഹൃദയത്തിൽ ധന്യതയും അവന്റെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കുകയും ദുനിയാവ് അവന്റെ പിന്നാലെ വരികയും ചെയ്യും. എന്നാൽ വമൻ കാനത് ദുനിയ ഹമ്മഹു, ആരുടെയെങ്കിലും അവന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ദുനിയാവായാൽ ജഅലല്ലാഹു ഫഖറഹു ബൈന ഐനൈഹി, രണ്ട് കണ്ണിനിടയിൽ എപ്പോഴും അവന് ദാരിദ്ര്യമായിരിക്കും, എപ്പോഴും അവന് ദാരിദ്ര്യം. കാരണം ദുനിയാവ് മാത്രം ആഗ്രഹിച്ചിട്ടാണ് ചെയ്യുന്നത്, എല്ലാം ദുനിയാവിന്റെ പിന്നാലെ. അള്ളാഹു അവന്റെ ദാരിദ്ര്യമായിരിക്കും അവന്റെ കാര്യങ്ങൾ. വഫറഖ അലൈഹി ശംലഹു, അവന്റെ കാര്യങ്ങളെല്ലാം അള്ളാഹു ചിന്ന ഭിന്നമാക്കി കളയും. വലം യഅതിഹി മിന ദുനിയ ഇല്ലാ മാ ഖുദ്ദിറ ലഹു, അവൻ അങ്ങനെ ദുനിയാവിന് വേണ്ടി എത്ര പണിയെടുത്താലും അള്ളാഹു തആല നിശ്ചയിച്ച ആ ഒരു ഓഹരി മാത്രം ലഭിക്കുകയുള്ളൂ. അവന്റെ പരിശ്രമിക്കുന്നതിനനുസരിച്ചിട്ട് ഒരുപാടൊന്നുമില്ല, അള്ളാഹു ഉദ്ദേശിച്ചത്രേ അവന് ലഭിക്കുകയുള്ളൂ എന്നാണ്. അപ്പൊ ഇവിടെ പറഞ്ഞത്, ഒരാൾ ആഖിറത്തിന് വേണ്ടി ലക്ഷ്യം വെച്ച് ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദുനിയവിയായ കാര്യങ്ങളും എളുപ്പമാക്കി നൽകും. അതുകൊണ്ട് ചുരുക്കം, നമ്മൾ ചെയ്യുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും പ്രതിഫലം മാത്രം നമ്മൾ പ്രതീക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശരിയായ രൂപം. അത് നേരത്തെ പറഞ്ഞ വിശദീകരണത്തോടുകൂടി മനസ്സിലാക്കുക. ഇനി അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ബാബു മിന ശിർക്കി ഇറാദത്തുൽ ഇൻസാനി ബി അമലിഹി അദ്ദുനിയ, ബാബു മിന ശിർക്കി, ഷിർക്കിൽപ്പെട്ടതാകുന്നു ഇറാദത്തുൽ ഇൻസാനി ബി അമലിഹി അദ്ദുനിയ, ഒരു മനുഷ്യൻ തന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ദുനിയാവ് ഉദ്ദേശിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ മനുഷ്യന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് അത് ആദത്തുകളുണ്ട്, ഇബാദത്തുകളുണ്ട്. ആദത്തുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈനംദിന കർമ്മങ്ങളൊക്കെ ആദത്തുകളുണ്ട്. അതുപോലെ ഇബാദത്തുകളുണ്ട്, നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജൊക്കെ പോലുള്ള ഇബാദത്തുകളുണ്ട്. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇബാദത്തുകളെ കുറിച്ചിട്ടാണ്. ഇവിടെ ഇബാദത്തുകളെ കുറിച്ചിട്ടാണ് ഷിർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. ആദത്തുകളായ പ്രവർത്തനം ദുനിയാവ് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്താൽ അത് ഷിർക്ക് വരികയില്ല. ഒരാൾ കച്ചവടം ചെയ്യുന്നു, ലാഭം ഉദ്ദേശിച്ചാണ് കച്ചവടം ചെയ്യുന്നത്, അതിൽ ഷിർക്ക് വരുന്ന കാര്യമല്ല. കാരണം കച്ചവടം എന്ന് പറയുന്നത് ആദത്താണ്. ഒരാൾ ആസ്വാദനം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നു, ശരീരത്തിന് വിശ്രമം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഉറങ്ങുന്നു, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഭൗതിക സുഖങ്ങൾ, അള്ളാഹു അനുവദിച്ച ഭൗതിക സുഖങ്ങൾ ഒരാൾ ദുനിയാവ് മാത്രം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ അത് ഷിർക്ക് വരുന്നില്ല, ഒരു രൂപത്തിലുള്ള ഷിർക്കും അതിൽ വരുന്നില്ല. പക്ഷേ ആ പ്രവർത്തനങ്ങൾ പോലും ഒരാൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ഉദ്ദേശിച്ചാൽ അവന് പ്രതിഫലാർഹമാക്കി തീർക്കാൻ പറ്റും. അവന്റെ വെള്ളം കുടിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും അവൻ ഉറങ്ങുന്നതും ഒക്കെ അവന്റെ ശരീരത്തിന് ഊർജവും ഇബാദത്തുകൾ ചെയ്യാനുള്ള കരുത്തും അതാണ് അവൻ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ അതിന് അവന് പ്രതിഫലമുണ്ട്. പക്ഷെ അതൊന്നും വെക്കാതെ അവൻ ചെയ്താലും ഷിർക്കിൽപ്പെടുന്നില്ല. കാരണം ഇവിടെ ഉദ്ദേശിക്കുന്ന അമൽ എന്ന് പറയുന്നത് ഇബാദത്തുകൾ മാത്രമാണ്, ആദത്തുകളില്ല എന്ന് മനസ്സിലാക്കുക. എന്നാൽ ഇബാദത്തിന്റെ കാര്യം നേരത്തെ പറഞ്ഞതുപോലെയാണ്. ഇനി ഈ അധ്യായത്തിൽ വന്ന തെളിവുകൾ നമുക്ക് നോക്കാം. قال المصنف رحمه الله وقوله تعالى من كان يريد الحياة الدنيا وزينتها
നുവഫി ഇലൈഹിം അഅമാലഹും ഫീഹാ അൽ ആയതൈൻ. സൂറത്ത് ഹൂദിലുള്ള 2 ആയത്താണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. ഈ 2 ആയത്തുകൾ നമ്മൾ വായിച്ചു മനസ്സിലാക്കാനാണ് അദ്ദേഹം പറയുന്നത്. മൻ കാന യുരീദുൽ ഹയാത്ത ദുനിയ വസീനതഹ, ആരെങ്കിലും അവന്റെ സൽപ്രവർത്തനങ്ങൾ കൊണ്ട് ദുനിയാവും അതിന്റെ അലങ്കാരങ്ങളുമാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ, ആരെങ്കിലും ഹയാത്തു ദുനിയ, ദുന്യവിയായ ജീവിതമാണ് അതിന്റെ അലങ്കാരമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, നൂഫി ഇലൈഹിം അഅമാലഹും ഫീഹാ വഹും ലാ യുബ്ഖസൂൻ, അവന് അവിടെയുള്ള അവന്റെ പ്രവർത്തനങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പ്രതിഫലമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഔദാര്യം എന്നോണം നൽകുന്നതാണ്. അവിടെ അള്ളാഹു കുറവൊന്നും വരുത്തുകയില്ല. ഇപ്പൊ ദുനിയാവിന് വേണ്ടി ഒരാൾ ആഗ്രഹിച്ച് ചെയ്താൽ അള്ളാഹു ദുനിയാവ് നൽകും. അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവ് നൽകും. അവൻ ചെയ്യുന്ന ഏതൊരു പ്രവർത്തനം ദുനിയാവിയായ ലക്ഷ്യം വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഔദാര്യം എന്നോണം അള്ളാഹു നൽകും. അല്ലാണ്ട് അവന്റെ അവകാശം എന്നുള്ള നിലക്കല്ല. കാരണം ആഖിറം വെച്ചിട്ടാണ് അവൻ പ്രവർത്തിക്കേണ്ടത്. പക്ഷെ അവൻ ദുനിയാവ് വെച്ച് പ്രവർത്തിച്ചാൽ അള്ളാഹു പറയും, ഞാൻ നിനക്ക് ദുനിയവിയായ കാര്യം നൽകും. പക്ഷേ ഉലൈകല്ലദീന ലൈസ ലഹും ഫിൽ ആഖിറതി ഇല്ലന്നാർ, അങ്ങനെ ദുനിയാവിന്റെ ലക്ഷ്യം മാത്രം പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പരലോകത്ത് നരകമല്ലാതെയില്ല. വഹബിത മാ സനഉ ഫീഹാ വബാതിലു മാ കാനൂ യഅമലൂൻ, അവർ ദുനിയാവിൽ അങ്ങനെ ചെയ്തു പോയ ഈ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു പൊളിച്ചു കളയുന്നതാണ്, അതൊക്കെ ബാത്തിലായി തീരുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അവർ സാലിഹായ പ്രവർത്തനങ്ങൾ കൊണ്ട് ദുനിയാവാണ് ലക്ഷ്യം വെച്ചത്. അവർ ചെയ്യുന്ന ഏതൊരു പ്രവർത്തനവും ദുനിയാവ് ലക്ഷ്യം വെച്ചിട്ടാണ്. നിസ്കരിച്ചത് ദുനിയാവ് ലക്ഷ്യം വെച്ച്, നോമ്പ് ദുനിയാവ് ലക്ഷ്യം വെച്ചിട്ട്, സക്കാത്ത് കൊടുത്തതും ദുനിയാവ് ലക്ഷ്യം വെച്ചിട്ട്, ഹജ്ജിന് പോയതും ഉംറക്ക് പോയതും പാവങ്ങളെ സഹായിച്ചതും ഒക്കെ ദുനിയാവ് ലക്ഷ്യം വെച്ചിട്ടുള്ളൂ. പാവങ്ങളെ സഹായിച്ചപ്പോൾ അവന്റെ ഉദ്ദേശം ഞാൻ വലിയ സഹായിക്കുന്ന ആളാണ് എന്ന് കാണുമ്പോൾ ഇവന്റെ കച്ചവടം ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ വർദ്ധിക്കും, ഇതാണ് അവന്റെ ചിന്ത. അല്ല, അങ്ങനെയൊക്കെ ചെയ്യുന്ന കാഫറുകൾ നമുക്ക് കാണാൻ സാധിക്കും. മുസ്ലിമുകൾ അങ്ങനെ ആകാൻ പാടില്ല. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ അവന്റെ ബിസിനസിന്റെ ഒരു വാല്യൂ വർദ്ധിക്കാൻ അവൻ വേണ്ടി ആളുകൾക്ക് വേണ്ടി ഓടുന്നതായിരിക്കും, ആളുകൾക്ക് വേണ്ടി ചാടുന്നതായിരിക്കും, എല്ലാത്തിലും അവൻ മുന്നിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് കാണിക്കും. പ്രധാനപ്പെട്ട ലക്ഷ്യം ഇവനിലേക്ക് ഒരുപാട് സംരംഭകരുണ്ടാക്കുക, ഇവന്റെ കച്ചവടം വർദ്ധിക്കുക. അപ്പൊ ആ പരസ്യം വെച്ചിട്ട് ഇതൊക്കെ ചെയ്യുള്ളൂ. അതിനു വേണ്ടിയിട്ടായിരിക്കും കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ ദുനിയാവിയായ നേട്ടമാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അത് നിങ്ങൾക്ക് ഞാൻ കുറവ് വരുത്താതെ ഇവിടെ തരാം. പക്ഷേ തരും. ഉലൈകല്ലദീന ലൈസ ലഹും ഫിൽ ആഖിറതി ഇല്ലന്നാർ, നാളെ ആഖിറത്തിൽ നരകമല്ലാതെ മറ്റൊന്നുമില്ല. ഇവിടെ മനസ്സിലാക്കേണ്ട, ദുനിയാവിലാ കിട്ടുന്നത് ഇവന് അവകാശമുള്ളതുകൊണ്ട് അള്ളാഹു നൽകുന്നതല്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഔദാര്യമാണ്. കാരണം ഇവന് യഥാർത്ഥത്തിൽ അവകാശമില്ല. ആഖിറത്തിന്റെ പ്രവർത്തനങ്ങൾ ദുനിയാവിന് വേണ്ടി ചെയ്യുന്ന സമയത്ത് അമല് ബാത്തിലാണ്. അപ്പൊ അള്ളാഹു തആല ദുനിയാവിൽ നൽകുന്ന ആ കാര്യം അത് എന്തുമാത്രമാണ്, അള്ളാഹുവിന്റെ ഔദാര്യം മാത്രമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അള്ളാഹു ഉദ്ദേശിച്ചത് കൊണ്ട് മാത്രമാണ് അത് നൽകിയത്. അതല്ല എങ്കിൽ അത് ലഭിക്കുമായിരുന്നില്ല. ദുനിയാവ് വേണ്ടി പണിയെടുത്ത എല്ലാവർക്കും അള്ളാഹു ദുനിയാവ് നൽകണമെന്നില്ല. അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. മൻ കാന യുരീദുൽ ആജിലത അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദ്. അള്ളാഹു തആല പറഞ്ഞു, ആരെങ്കിലും ഐഹിക ലോകത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് നൽകുമെന്നാണ് പറഞ്ഞത്. അപ്പൊ ദുനിയാവിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും ദുനിയാവ് കിട്ടണം എന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഔദാര്യമാണ്. അവൻ നൽകുകയോ നൽകാതിരിക്കുകയോ ചെയ്യും. പക്ഷേ ആഖിറത്തിന് വേണ്ടി പ്രവർത്തിക്കാതെ ചെയ്യുന്ന ഈ പ്രവർത്തനം അത് ബാത്തിലായി തീരും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. മറ്റൊരായത്തിൽ കാണാം, മൻ കാന യുരീദു ഹർസൽ ആഖിറ നസിദ് ലഹു ഫി ഹർസിഹി, ആരെങ്കിലും ആഖിറത്തിന്റെ കൃഷിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അള്ളാഹു തആല കൃഷിയെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വമൻ കാന യുരീദു ഹർസദ് ദുനിയ നുഅ്തിഹി മിൻഹാ വമാ ലഹു ഫിൽ ആഖിറതി മിൻ നസീബ്, ആരെങ്കിലും ദുനിയാവിലെ കൃഷിയാണ് ചെയ്യുന്നതെങ്കിൽ നുഅ്തിഹി മിൻഹാ, അള്ളാഹു അത് നൽകും. വമാ ലഹു ഫിൽ ആഖിറതി മിൻ നസീബ്, പക്ഷേ ആഖിറത്തിൽ ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഈ ആയത്തിൽ നിന്ന് വളരെ കൃത്യമായി ദുനിയാവ് ഉദ്ദേശിച്ചുകൊണ്ട് ആഖിറത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം ചെയ്താൽ അത് അള്ളാഹു നൽകിയേക്കും, അള്ളാഹുവിന്റെ ഔദാര്യം. പക്ഷേ ആഖിറത്തിൽ ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. അടുത്ത തെളിവ് ഖാലൽ മുസന്നിഫ് റഹിമഹുല്ലാഹ് ഫി സഹീഹ് ബുഖാരിയിൽ വന്ന ഹദീസാണ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഇസ അബ്ദുദ് ദീനാർ തഇസ അബ്ദുദ് ദിർഹം തഇസ അബ്ദുൽ ഖമീസ തഇസ അബ്ദുൽ ഖമീല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, ഈ പറയുന്ന ഈ തഇസ എന്ന് ഓരോ കാര്യത്തിന്റെ കൂടെ വന്നത് പണ്ഡിതന്മാർ പറയുന്നത് ബുഖാരിയിൽ അങ്ങനെ വന്നിട്ടില്ല, മറിച്ച് മറ്റ് സുനനുകളിലാണ് അത് വന്നിട്ടുള്ളത്, മറ്റ് ഹദീസിന്റെ കിതാബിലാണ്. ബുഖാരിയിലുള്ള റിവായത്തിൽ തഇസ അബ്ദുദ് ദീനാർ തഇസ ഓരോന്നിനും അങ്ങനെ വന്നിട്ടില്ല, മറിച്ച് തഇസ അബ്ദുദ് ദീനാർ വദ്ദിർഹം
വൽ ഖതീഫ വൽ ഖമീസ എന്ന രൂപത്തിലാണ് ബുഖാരിയിലുള്ള റിവായത്തിൽ വന്നിട്ടുള്ളത്. എന്താണ് പറയുന്നത്? തഇസ അബ്ദുദ് ദീനാർ, ദീനാറിന്റെ അടിമ നശിക്കട്ടെ. തഇസ അബ്ദുദ് ദിർഹം, ദിർഹമിന്റെ അടിമ നശിക്കട്ടെ. തഇസ അബ്ദുൽ ഖമീസ, തഇസ അബ്ദുൽ ഖമീല. അത് വസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ്. ഖമീസ എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള വസ്ത്രമാണ്. അത് കറുപ്പാണ് അല്ലെങ്കിൽ ചുവപ്പാണ് എന്നൊക്കെ അഭിപ്രായമുണ്ട്. ഉദ്ദേശം വസ്ത്രമാണ്, വസ്ത്രത്തിന് വേണ്ടിയിട്ടാണ്, അവന്റെ മേലാടകളാണ്. അതുപോലെ തന്നെ ഖമീല, അതും വസ്ത്രത്തിന്റെ ഒരു രൂപമാണ്. ബുഖാരിയിൽ അബ്ദുൽ ഖത്തീഫ എന്നാണ് വന്നിട്ടുള്ളത്. ഖത്തീഫ എന്ന് പറയുന്നത് അത് ഖമീല തന്നെയാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതും മറ്റൊരു രൂപത്തിലുള്ള വസ്ത്രമാണ്. എന്താണ് ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത് അവൻ ദുനിയാവിന്റെ അടിമയാണ് എന്നാണ്. കാരണം ദുനിയാവിലെ സുഖ സൗകര്യങ്ങൾ ഇതൊക്കെയാണ്, സ്വർണവും വെള്ളിയും വസ്ത്രങ്ങളൊക്കെയാണ്. അപ്പൊ അതിന്റെ അടിമ നശിക്കട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അവന്റെ വിശേഷണമായി പറഞ്ഞത് എന്താണ്? ഇൻ ഉഅ്തിയ റദിയ വ ഇൻ ലം യുഅ്ത സഖിത്. അവന് ഈ ദുനിയാവിൽ നിന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ അവൻ തൃപ്തനായിരിക്കും. ദുനിയാവിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അവൻ ദേഷ്യം പിടിക്കും. അവൻ ഈ പറയുന്ന ഇബാദത്തുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ദുനിയാവ് അവന് വിശാലമായി കിട്ടുകയാണെങ്കിൽ അവനുണ്ട്. അവൻ ദുനിയാവിൽ എന്തെങ്കിലും കുടിസതകൾ വന്നാൽ ഇബാദത്തുകൾക്ക് അവനെ കാണുകയില്ല. അവൻ ദുനിയാവിന്റെ അടിമയാണ്. കാരണം ദുനിയാവെന്ന് കിട്ടുന്ന സമയത്ത് മാത്രമേ അവൻ ഇബാദത്തുകൾക്കുള്ളൂ. ദുനിയാവെന്നൊന്നും കിട്ടുന്നില്ല എന്ന് കണ്ട പിന്നെ ഇബാദത്തുകളൊന്നും അവനില്ല. ഇബാദത്തുകളൊക്കെ ഉപേക്ഷിക്കുന്നവനായിരിക്കും, ഇബാദത്തുകൾക്ക് താല്പര്യമില്ലാത്തവനായിരിക്കും. അങ്ങനെ അവൻ ദുനിയാവിന്റെ അടിമയായി തീർന്നിരിക്കുകയാണ്. തഇസ വൻ തകസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഇസ വൻ തകസ്, അവൻ നശിച്ചിരിക്കുന്നു. വൻ തകസ്, അവൻ തലകീഴ്മേലായി മറിഞ്ഞിരിക്കുന്നു എന്ന് അവിടെ നിന്ന് അറിയിക്കുകയാണ്. ഇത് പണ്ഡിതന്മാർ പറയുന്നു, ഒന്നുകിൽ അത് ദുആയാകാം, അവൻ നശിക്കട്ടെ, അവൻ തലകീഴ്മേൽ മറയട്ടെ എന്ന രൂപത്തിലാകാം, അതല്ലെങ്കിൽ അവനെ കുറിച്ച് അറിയിച്ച ഒരു ഖബറായിരിക്കാം. അവൻ ഈ രൂപത്തിലൊക്കെ ചെയ്യുന്നതിന്റെ ഫലമായി അവൻ നശിച്ചിരിക്കുന്നു, തലകീഴ്മേൽ മറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞതായിരിക്കാം എന്ന് രണ്ടഭിപ്രായം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. വഇദാ ശീക ഫലൻ തഖശ്, അവന് വല്ല മുള്ള് കുത്തിയാൽ അത് പുറത്തെടുക്കാൻ പോലും ആരുമില്ല. അത്രയും നിന്ദ്യനായി അവൻ തീർന്നിരിക്കുകയാണ്. അവൻ അത്രയും നിന്ദ്യനായി തീർന്നിരിക്കുകയാണ്. അവൻ അത്രയും ദുർബലനായി മാറിയിരിക്കുകയാണ്. അതൊന്ന് പുറത്തെടുക്കാൻ ഉള്ള ആ ഒരു അവസ്ഥ പോലും അവനില്ല. അത്രയും ദുനിയാവിന്റെ അടിമയായിക്കൊണ്ട്, വളരെ നിന്ദ്യനായിക്കൊണ്ട് ഒരുവനായി അവൻ മാറിയിരിക്കുകയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഈ ഹദീസിന്റെ ആദ്യ ഭാഗത്ത് ഇങ്ങനെ ദുനിയാവിന്റെ അടിമയായി നിൽക്കുന്ന, അമലുകളൊക്കെ ദുനിയാവിന് വേണ്ടി മാത്രം ചെയ്യുന്ന ആളുകളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. എന്നാൽ അതിന്റെ ബാക്കി ഭാഗത്ത് ആഖിറത്തിന് വേണ്ടി ചെയ്യുന്ന സ്വാലിഹായ അമലുകളൊക്കെ അള്ളാഹുവിന്റെ വജൂഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം, യാതൊരു ശുഹറത്തും യാതൊരു ആളുകൾ അറിയപ്പെടണമെന്നോ ആഗ്രഹവും ഇല്ലാതെ ചെയ്യുന്ന ആളുകളെ കുറിച്ചിട്ടാണ് ഇതിന്റെ അവസാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൂബാ ലി അബ്ദിൻ ആഖിദിൻ ബിഇനാനി ഫറസിഹി ഫീ സബീലില്ലാഹ്. തൂബാ ലി അബ്ദിൻ, ഒരടിമക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകളും നൽകട്ടെ. തൂബ എന്ന് പറഞ്ഞതിന് ഒരുപാട് അഭിപ്രായങ്ങൾ കാണാം. അത് സ്വർഗത്തിലെ ഒരു താഴ്വരയാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. വേറെ ചിലർ പറഞ്ഞത് സ്വർഗം തന്നെയാണ്, അല്ലെങ്കിൽ സ്വർഗത്തിലൊരു മരമാണ്, അല്ലെങ്കിൽ സ്വർഗത്തിന്റെ വാതിലുകളിൽപ്പെട്ട ഒന്നാണ്. അങ്ങനെ പല അഭിപ്രായങ്ങളും പറഞ്ഞത് കാണാം. ചുരുക്കത്തിൽ ദുനിയാവിലും ആഖിറത്തിലുമുള്ള എല്ലാ തൊയ്യിബുകളും, എല്ലാ വിശിഷ്ടമായതും അവനുണ്ടാകട്ടെ എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുവനുണ്ടാകട്ടെ. തൂബാ ലി അബ്ദിൻ, അവൻ എന്താണ് ചെയ്യുന്നത്? ആഖിദിൻ ബിഇനാനി ഫറസിഹി ഫീ സബീലില്ലാഹ്, അവൻ തന്റെ കുതിരയുടെ കടിഞ്ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് അതും പിടിച്ചു പോവുകയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് യുദ്ധത്തിന് പോകുന്ന, ശർഈയായ ഇസ്ലാം അംഗീകരിക്കുന്ന യുദ്ധം, അതിനുവേണ്ടി അവൻ പുറപ്പെടുകയാണ്. അശ്അസ റഅസുഹു, അവന്റെ മുടിയൊക്കെ ജടകുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവന് ഈ ഒരു ഇബാദത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവന് ദുനിയാവിനെ ശ്രദ്ധിക്കാൻ തന്നെ സാധിക്കാത്ത അവസ്ഥയാണ്. അവനൊരു എണ്ണ തേക്കാൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ യാത്രാ ക്ഷീണങ്ങൾ കാരണത്താൽ മുടിയൊക്കെ ജടകുത്തിയിരിക്കുകയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുടി ജടകുത്തിയിരിക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമൊന്നുമല്ല. മറിച്ച് ഇവിടെ ഇയാൾക്ക് ഉണ്ടായ ഒരു വസ്ഫാണ് പറയുന്നത്. ഇയാൾക്ക് ദുനിയാവ് ശ്രദ്ധിക്കാൻ പറ്റാതെ, കാരണം ദുനിയാവിന്റെ പളവളപ്പ് കാണിക്കുക ഒന്നും ആയിരുന്നില്ല. ദീനു വേണ്ടി പോരാടുന്ന സമയത്ത് അയാൾ സ്വന്തത്തെ തന്നെ മറക്കുന്ന അവസ്ഥയാണ്, അല്ലെങ്കിൽ അയാളുടെ അവസ്ഥ അയാൾ അങ്ങനെ ആക്കി തീർക്കുകയാണ്. അശ്അസ റഅസുഹു മുഗബ്ബറതൻ ഖദമാഹു, തന്റെ കാലുകളൊക്കെ പൊടി പുരണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ മരുഭൂമിയിലൂടെയാണ് യാത്ര. അങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന് വേണ്ടി മാത്രം പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട്, തന്നെ പോലും മറന്നുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെട്ട ഒരുവനാണ്. ഇൻകാന ഫിൽ ഹിറാസ കാന ഫിൽ ഹിറാസ, അവൻ അതിർത്തി സംരക്ഷിക്കാനാണ് ഏൽപ്പിച്ചിട്ടുള്ളതെങ്കിൽ അവൻ അവിടെ ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ
എവിടെയാണോ ഏൽപ്പിക്കപ്പെട്ടത് അവിടെ ഉണ്ടാകും. അല്ലാതെ എവിടെയാണോ എനിക്ക് ആളാകാൻ പറ്റുന്നത് അവിടെ മാത്രമേ ഞാൻ ഉണ്ടാകൂ എന്നല്ല. അവനെ അതിർത്തി സംരക്ഷിക്കാനാണ് ഞാൻ അവിടെ ഉണ്ട്. അല്ലാതെ സേനാനായകനാക്കണം, അല്ലെങ്കിൽ പതാകവാഹകനാക്കണം, മുൻനിരയിൽ നിർത്തണം, ഇതൊന്നും അവന്റെ ആവശ്യമില്ല. അവനെ അതിർത്തിയിൽ കൊണ്ടാക്കിയാൽ അവൻ അതിർത്തിയിൽ നിൽക്കും. വൈൻകാന ഫിസ്സാഖ കാന ഫിസ്സാഖ, അവനെ കാലാളാക്കിക്കൊണ്ട് ഈ സംഘത്തിന്റെ അവസാനത്തിൽ വരുന്ന ആളുകൾക്കാണ് സാക്ക എന്ന് പറയുന്നത്. എന്തെങ്കിലുമൊക്കെ വീണാൽ അതൊക്കെ വലിച്ചു കൊണ്ടുവരുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. അവസാനത്തിൽ യുദ്ധത്തിന്റെ അവസാനം ഏറ്റവും ബാക്കിലാണ് ഉണ്ടാവുക. ഇവരൊന്നും ആരും കാണുകയോ അറിയുകയോ ഒന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവൻ അങ്ങനെ ഒരു ശുഹറത്ത് ആഗ്രഹിക്കുന്നേയില്ല, പ്രശസ്തി ആഗ്രഹിക്കുന്നേയില്ല. അവന്റെ പണി അവസാനത്തിലൊരു പണിയാണ്. അവന്റെ പണി അവസാനത്തിലുള്ള ആരും അറിയാത്ത ഒരു പണിയാണ്. അതാണ് അവനെ ഏൽപ്പിച്ചിട്ടുള്ളതെങ്കിൽ അവിടെ അവനുണ്ടാകും. അതായിരിക്കും അവന്റെ പണി. ഇവൻ അറിയില്ല എന്ന് പറഞ്ഞാൽ എത്രത്തോളം എന്ന് വെച്ചാൽ, ഇവന് എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് ആവശ്യപ്പെട്ടാൽ ഇവന് അനുവാദമൊന്നും കിട്ടുകയില്ല. കാരണം ഇവൻ ആരും അറിയുകയൊന്നുമില്ല. അല്ലെങ്കിൽ ഇവൻ ആർക്കെങ്കിലും വേണ്ടി ഒരു ഷഫാഅത്ത് നൽകിയാൽ ആ ഷഫാഅത്തൊന്നും എവിടെയും സ്വീകരിക്കപ്പെടുകയില്ല. അങ്ങനെയുള്ള ഒരുവൻ, അതായത് ഒരു വിലയില്ല, അങ്ങനെ ദുനിയാവിയായി ഒന്നും അവൻ നേടിയിട്ടില്ല, ഒരു പ്രശസ്തിയും അവന് ലഭിച്ചിട്ടില്ല. അങ്ങനെ ഒരു സാധു ഈ ജിഹാദിന് വേണ്ടി പണിയെടുക്കുന്ന ഒരുവൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവന് പറഞ്ഞത് തൂബ തൂബ ലിഅബ്ദ്, ഈ വസ്ഫുകളൊക്കെ ഉള്ള അടിമക്ക് തൂബ, നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ ദുനിയാവിലും ആഖിറത്തിലും ലഭിക്കുന്ന എല്ലാ നേട്ടങ്ങളും അവൻ ഉണ്ടാകട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവൻ ഒരു ദുനിയാവ് ഒന്നും ആഗ്രഹിക്കാതെ ആഖിറത്തിന് വേണ്ടി മാത്രം പണിയെടുത്ത ഒരുവനാണ്. എന്നാൽ ആദ്യത്തിൽ പറഞ്ഞതോ അത് ദിർഹമിന്റെ അടിമയാണ്, ദീനാറിന്റെ അടിമയാണ്, ഖമീസയുടെയും ഖമീലയുടെയും അടിമയാണ്. ദുനിയാവിന് വേണ്ടി മാത്രം പണിയെടുക്കുന്ന ഒരുവൻ, ദുനിയാവ് ലഭിക്കുകയാണെങ്കിൽ ഞാനുണ്ട്, ദുനിയാവ് ലഭിച്ചിട്ടില്ലെങ്കിൽ ഞാനില്ല എന്നതാണ് ആദ്യത്തെ ഒരുവൻ. അവൻ നശിക്കട്ടെ, തലകീഴ്മേൽ മറയട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ കുറിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിനർത്ഥം ഒരാൾ ദീനിയായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി, അയാൾ അറിയപ്പെട്ടാൽ, അയാളുടെ ഷഫാഅത്തിനൊക്കെ വലിയ വിലയുണ്ടായാൽ അയാൾ മോശം വ്യക്തിയാണ് എന്നല്ല. മറിച്ച് ഒരുപക്ഷെ ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിനു വേണ്ടി പരിശ്രമിക്കുന്ന ഒരു വ്യക്തിക്ക് തന്നെ അല്ലാഹു വലിയ റിഫഅത്ത്, വലിയ സ്ഥാനവും ഉയർച്ചയും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ നൽകും. അവന്റെ വാക്കുകൾക്ക് വലിയ വിലയുണ്ടാകും, അവന്റെ ശുപാർശകൾക്ക് വലിയ വിലയുണ്ടാകും, അവൻ അനുമതി ചോദിച്ചാൽ അനുമതി നൽകപ്പെടും, ഷഫാഅത്ത് ചെയ്താൽ ഷഫാഅത്ത് നൽകപ്പെടും. ഇതൊക്കെ ഉണ്ടാകും. ഇതൊരിക്കലും ഈ പറഞ്ഞതിനെതിരല്ല. മറിച്ച് ഈ വ്യക്തി ഒരിക്കലും ഇതിനു വേണ്ടി പരിശ്രമിച്ചിട്ടില്ല. എനിക്ക് സമൂഹത്തിൽ വലിയ ആളാകാൻ വേണ്ടി അല്ല അവൻ ദീൻ മേഖലയിലേക്ക് പ്രവേശിച്ചത്. അല്ലെങ്കിൽ എന്റെ വാക്കുകൾക്ക് വിലയുണ്ടാകണം, രാഷ്ട്രീയക്കാരുടെയിലും പൊതുസമൂഹത്തിലും ഒക്കെ ഞാൻ പറഞ്ഞാൽ അവിടെ കാര്യങ്ങൾ നടക്കണം എന്ന ഉദ്ദേശത്തിന് വേണ്ടിയിട്ടല്ല ഇയാൾ ചെയ്തത്. മറിച്ച് അല്ലാഹു തആല അങ്ങനെ നൽകിയതാണ്. ഇയാളുടെ സംസാരത്തിന്, ഇയാളുടെ ജാഹിന്, ഇയാൾ പറഞ്ഞാൽ ആളുകൾ കേൾക്കുന്നതിനൊക്കെ അല്ലാഹു തആല ഒരു കബൂൽ അങ്ങനെ നൽകിയിട്ടുണ്ട് എങ്കിൽ അത് ഇതിനെതിരല്ല. കാരണം അവൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടേയില്ല, അല്ലാഹു അത് നൽകിയതാണ് എന്ന് മനസ്സിലാക്കുക. അഥവാ പ്രശസ്തി ഒരാൾക്കുണ്ടായി അല്ലെങ്കിൽ സ്ഥാനമുണ്ടായി എന്നുള്ളത് ഒരിക്കലും അയാൾ ഇഖ്ലാസിന് കോട്ടമുണ്ടായി എന്നോ അയാൾ ദുനിയാവിന് വേണ്ടി പ്രവർത്തിച്ചു എന്നോ നമുക്കൊരിക്കലും പറയാവുന്നതല്ല. മറിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കാൻ പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുന്നു, ഒരാൾ തന്റെ സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമയത്ത്, അതിനുവേണ്ടി പരിശ്രമിക്കുന്ന സമയത്ത് 3 രൂപത്തിലുള്ള ആളുകൾ ഉണ്ടാകാം. അതിലൊരു വിഭാഗം അവർ നന്നായി പരിശ്രമിക്കും, ജനങ്ങൾ അവരെ അറിയുകയില്ല. സാലിഹായ പ്രവർത്തനങ്ങളൊക്കെ നന്നായി ചെയ്യും, ജനങ്ങളിൽ ഒരാളും അവരെ അറിയുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അറിയുകയും ചെയ്യും. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ തൂബ, സ്വർഗം അല്ലെങ്കിൽ ദുനിയാവിലും ആഖിറത്തിലുമുള്ള സകല നന്മകൾ അത് നൽകുന്നതായിരിക്കും. ഒരടിമ അയാളുടെ സാലിഹായ പ്രവർത്തനങ്ങൾ, അയാളുടെ പരിശ്രമങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന ഒരു അടിമ, അവൻ 3 അവസ്ഥയിലാണ് ഉണ്ടാവുക. അതിലൊന്നാമത്തേത്, അയാൾ സാലിഹായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, പക്ഷെ ജനങ്ങളിൽ ഒരാളും അയാൾ അറിയുന്നില്ല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളുടെ അവസ്ഥ അറിയുന്നുണ്ട്, അയാളിലുള്ള നന്മകൾ അല്ലാഹു തആല അറിയുന്നുണ്ട്. ഇത് അബ്ദുൻ മഹ്മൂദാണ്, ഒരു അല്ലാഹുവിന്റെ ഹംദ്, സ്തുതിയും പുകഴ്ത്തലും ഒക്കെ പാത്രമാകുന്ന ഒരു അടിമയാണ്. അയാൾക്ക് സ്വർഗമുണ്ട്, അയാൾക്ക് എല്ലാ ഖൈറുകളുമുണ്ട്. എന്നാൽ രണ്ടാമത്തെ ഒരു വിഭാഗം, അൻ യകൂന മുജ്തഹിദൻ ഫി ത്വാഅത്തില്ലാഹി മുഖ്ലിസൻ ലില്ലാഹി അസ്സ വജൽ വയഅരിഫു അന്നാസ് വതകൂന ലഹു മകാനത്തുൻ ഇൻദ അന്നാസ് ഫഹാദ അയ്ളൻ മഹ്മൂദുൻ ഗൈറു മദ്മൂം. അയാൾ സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ അല്ലാഹു തആല
അയാളെ ഉയർത്തിയിട്ടുണ്ട്. ജനങ്ങൾക്കൊക്കെ അയാൾ അറിയാം, അയാൾക്ക് ജനങ്ങൾക്കിടയിൽ വലിയ സ്ഥാനമുണ്ട്. അങ്ങനെയുള്ള വലിയ അയിമത്തുകളൊക്കെ അങ്ങനെയാണ്. അവർ വലിയ സ്ഥാനങ്ങൾ ജനങ്ങൾക്കിടയിൽ കിട്ടുന്നുണ്ട്, പ്രശസ്തിയും ജനങ്ങൾക്കിടയിൽ കിട്ടുന്നുണ്ട്. പക്ഷെ അവർ അതിനുവേണ്ടി പണിയെടുത്തിട്ടില്ല, അതിനുവേണ്ടി അവർ ആഗ്രഹിച്ചിട്ടേ ഇല്ല. അത്തരക്കാരും മദ്മൂമല്ല, ആക്ഷേപിക്കപ്പെടേണ്ടവരല്ല എന്നാണ് പറഞ്ഞത്. മൂന്നാമത്തെ വിഭാഗം ജനങ്ങൾ, അവർ ജനങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ് സാലിഹായ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തത്. ജനങ്ങളുടെ അടുക്കൽ സ്ഥാനം, ജനങ്ങളുടെ അടുക്കൽ ഒരു വില, ഒരു പവർ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അവൻ പ്രവർത്തിച്ചത്. അവൻ നേടിയാലും ശരി ഇല്ലെങ്കിലും ശരി. ഇപ്പം ഇങ്ങനെ പ്രവർത്തിക്കുന്ന എല്ലാവരും അത് നേടിക്കൊള്ളണമെന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു, ദുനിയാവ് ഉദ്ദേശിച്ച് പ്രവർത്തിച്ചാൽ അള്ളാഹു ഉദ്ദേശിച്ചാലേ കിട്ടുകയുള്ളൂ. അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ആളറിയണം, ആളുകൾക്കിടയിൽ ആളാവണമെന്ന് ഉദ്ദേശിച്ചിട്ടാണ്. ചില ആളുകൾ നേടും, ചില ആളുകൾക്ക് നേടാൻ സാധിക്കില്ല. പക്ഷെ ഇരു കൂട്ടർക്കും അത് ഗുണം ചെയ്യുകയില്ല, ദോഷം മാത്രമാണ്. അവർ ആക്ഷേപിക്കപ്പെടുന്ന ആളുകളാണ്. നേരത്തെ പറഞ്ഞ ഹദീസിലൊക്കെ വന്നതുപോലെയുള്ള ദുനിയാവിന്റെ അടിമകളായിട്ടാണ് അവരെ പരിചയപ്പെടുത്തിയത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ, ആവർത്തിച്ച് പറയുകയാണ്, അവൻ ചെയ്യുന്ന അമലുകൾ അത് ആഖിറം മാത്രം ലക്ഷ്യം വെക്കുക. ദുനിയവിയായിട്ട് ലക്ഷ്യം വെക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുമതി നൽകിയിട്ടുള്ള കാര്യത്തിന് മാത്രം, അതുമാത്രം നമ്മൾ ദുനിയവിയായ ലക്ഷ്യം വെക്കുക. അതല്ലെങ്കിൽ നമ്മൾ ആ പ്രവർത്തനം ചെയ്യുന്നതോടൊപ്പം അതുകൂടെ നമുക്ക് ലഭിക്കും. നമ്മൾ നിയത്ത് വെച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, അങ്ങനെ ലഭിക്കുന്ന മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് ലഭിക്കട്ടെ എന്ന് മാത്രം. അതല്ലാതെ നമ്മൾ ഇനി എത്ര വലിയ ആഖിറത്തിനോട് ലക്ഷ്യം വെച്ച് കുറച്ച് നമ്മൾ ദുനിയാവിയായ ലക്ഷ്യം അവിടെ വെച്ചാൽ അത്രയും നമുക്ക് പ്രതിഫലം പോയി എന്നുള്ളതാണ്. അത് നമുക്ക് ഇല്ലാതായി തീരും. മറിച്ച് നമ്മൾ അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവും ആഖിറത്തും തരും. ദുനിയാവും അള്ളാഹു തആല നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നൽകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്ക് വന്നുപോയ തെറ്റുകൾ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. وهذا والله تعالى أعلم وصلى الله على نبينا محمد وعلى آله وصحبه وسلم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب